हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കുറേ ദിവസമായിട്ട് ക്ലാസ് എടുത്തിട്ടില്ല. ക്ലാസ് എടുക്കാതെ ഇരിക്കുമ്പോൾ ഒരു 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 എനർജി ഇല്ലാത്ത പോലെയാണ്. പക്ഷേ ഈ ദിവസങ്ങൾ ഞാൻ കണ്ടത് കുറച്ചും കൂടെ തിരക്ക് പിടിച്ച യാത്രയും ഷൂട്ടും അതും ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. നമുക്ക് വായന നടക്കില്ല, ജപം നടക്കില്ല. അപ്പോൾ അതിനു വേണ്ടി ഭഗവാൻ തന്ന ഒരു സമയം, അങ്ങനെയാണ് ഞാൻ ഈ സമയത്തെ കാണുന്നത്. കുറച്ചും കൂടെ ഇരുന്ന് വായിക്ക്, അടങ്ങി ഒതുങ്ങി ഇരിക്ക് എന്ന് പറഞ്ഞ് കിച്ചുവിൻ്റെ അടുത്ത് പിടിച്ചു വെച്ച പോലെ ആണ് ഞാൻ ഈ ഒരു ദിവസത്തെ നോക്കി കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ യാത്രയിലാകുമ്പോൾ കിച്ചു ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ കിച്ചു ചിന്തിച്ച് കാണും, നീ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് ഇരിക്കുക, ഞാൻ എപ്പോഴും ഇവിടെ ഒറ്റയ്ക്കല്ലേ, കുറച്ച് ദിവസങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നത് പോലെ ഭഗവാൻ എന്നെ ഇവിടെ ഇരുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ജ്യോതി മാതാജി, മെരി ക്രിസ്മസ്. എല്ലാവർക്കും നല്ല ഒരു എന്താ പറയുക, ഐശ്വര്യത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഗ്രഹത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഹെൽത്ത് വൈസ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു. അതർവൈസ് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹെൽത്തിന് ഓരോ സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ടായ ഒരു കാര്യം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പൊതുവേ എനിക്ക് കുഞ്ഞുനാളിലെ ഈ റൈസ് ഐറ്റംസ് മാത്രമേ കഴിക്കാൻ പറ്റൂ. ഡൈജഷൻ ഇഷ്യൂസ്, വയറിനോട് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് ഐറ്റംസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് യാത്രയൊക്കെ ആയപ്പം റൈസ് അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കേണ്ടി വന്നു. മേ ബി അതൊരു കാരണമാവാം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ജനുവരി 4 അല്ലെങ്കിൽ ജനുവരി 6 സർജറി പറഞ്ഞു. ഇനി എവിടെ മാറാൻ. പിന്നെ ടാബ്ലറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എനിക്ക് വല്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റൊമക് പെയിൻ, ലൂസ് മോഷൻ, രാത്രിയാകുമ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ. അപ്പം ഇന്നലെ 2ാമത്തെ എക്സാമിനായിരുന്നു. പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പസ്സുണ്ട്, നമുക്കത് എടുത്ത് തന്നെ കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ജനുവരി 4 അല്ലെങ്കിൽ 6 അഡ്മിറ്റ് ആവും. അന്ന് ഫുൾ നമ്മുടെ ബോഡി ചെക്കപ്പ് എല്ലാം ചെയ്യും. നെക്സ്റ്റ് ഡേ തിയേറ്ററിലേക്ക് പോവും. ആ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളൊന്ന് അറിയണ്ടേ അല്ലേ. അപ്പൊ ഞാൻ ശരിക്കും ചോദിച്ചു, ഡോക്ടർ എവിടെ ഇഞ്ചക്ഷൻ വെക്കും, എനിക്ക് എവിടെ അനസ്തേഷ്യ തരും, സ്പൈനൽ കോഡിൽ തന്നിട്ടേ ചെയ്യാൻ പറ്റൂ, ഒരു 3 hours ആയിരിക്കും സർജറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മൾ അതിനോട് മാനസികമായി പൊരുത്തപ്പെടാനുള്ള സമയമുണ്ട്. പിന്നെ കിച്ചൂട്ടൻ എന്ന് പറയുന്ന ഒരു സത്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച്, ഭഗവാൻ അതാണ് തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ. ഇനി അതല്ല ഭഗവാൻ വിചാരിക്കുകയാണ്, നമസ്തേ, ഭഗവാൻ വിചാരിക്കുകയാണ് അല്ല വേണ്ട, അതൊന്നും വേണ്ട, അവൾക്ക് സുഖം കൊടുക്കാം എന്ന് ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എന്തായാലും സർവം കൃഷ്ണാർപ്പണമസ്തു. എന്തിനേയും നമ്മൾ ചിരിയോടുകൂടി നേരിടുക, അത്രയേ ഉള്ളൂ. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. എങ്കിലും ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പേടിയാണ്. ഇല്ല മാതാജി, എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയി, ഒരുപാട് ഫുഡ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്കൊരു വേറെ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, അത് കുറച്ച് റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. ചപ്പാത്തി അങ്ങനെയുള്ള ഗോതമ്പ് ഐറ്റംസ് ഒന്നും കൈകൊണ്ട് തൊടരുതെന്നുണ്ട്. പൊതുവേ ഞാനതൊന്നും കഴിക്കാറില്ല. ദോശ, ഇഡ്ഡലി, ഗോതമ്പ് ഐറ്റംസ് ഒന്നും പാടില്ല. റൈസ് ഐറ്റംസ് മാത്രം, അതേ ഡൈജഷൻ ആവും എൻ്റെ സ്റ്റൊമക്കിന്, അത് മാത്രമേ കഴിക്കാൻ പാടൂ. വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞു, വെള്ളമൊക്കെ പറഞ്ഞു. പിന്നെ ബാദാം, ആപ്പിൾ അങ്ങനെയുള്ള കുറച്ച് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഗോതമ്പ് തൊടരുത് തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം വല്ലാത്തൊരു പെയിനാണത്. ആ പെയിൻ സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ്. നമ്മളെ കൈയും കാലും ഒക്കെ തണുത്തു പോകും. വേദന വന്നിട്ട് നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, ടോയ്ലറ്റിലും പോയി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അതാണ് ഞാൻ ക്ലാസ് ഒന്ന് സ്ട്രിക്റ്റ് ചെയ്തത്. ഫോണൊക്കെ കുറച്ച് ദിവസം സൈലൻറ്റിലിട്ടത്. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നല്ല സെഡേഷനാണ്, ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ കുറേ മിസ്ഡ് കോൾസ് ഉണ്ട്, മെസ്സേജസ് നോക്കാനുണ്ട്. കുറേ സമയം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ കുറച്ചായിട്ട് ജോലി തീർക്കാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പം ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്.
ജപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സുഷ മാതാജി നമസ്തേ. തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 37ാമത്തെ ശ്ലോകമായിരുന്നു. അതിൽ 38ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു. കച്ചിന്നോ ഭവ ഭയ ബിഭ്രശ്ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രാഹ്മണപതി എന്നുള്ളതാണ്. വരാതിരുന്നാൽ സന്തോഷം. ഗായത്രി മാതാജി. അപ്പോ 38ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഹേ മഹാബാഹോ കൃഷ്ണ, അങ്ങനെ അതീന്ദ്രതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോയ മേഘത്തെ പോലെ നശിച്ചു പോകുമോ. അതായത് അതീന്ദ്രതയുടെ മാർഗത്തിൽ നിന്ന്, അതായത് ഭഗവാന്റെ വഴിയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നമ്മൾക്ക് എല്ലാം കൃത്യമായി കൊണ്ടു നടക്കാൻ പറ്റൂല. കാരണം എന്താ, നമ്മൾ ആരും ഗോസ്വാമിമാരല്ല. നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ഫീലിങ്സും ഉണ്ട്. മനസ്സിലായില്ലേ? എല്ലാ തരത്തിലുള്ള ഫീലിങ്സും നമുക്കുണ്ട്. അപ്പോൾ ഈ ഫീലിങ്സുകൾ ഇപ്പം നോൺ വെജിൽ നിന്ന് നമ്മൾ മാറി, ചില കാര്യങ്ങളിൽ നിന്ന് മാറി, പക്ഷേ മറ്റു തരത്തിലുള്ള എല്ലാ ഫീലിങ്സുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ആധ്യാത്മികതയിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആധ്യാത്മികതയിലേക്ക് നിൽക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരികയാണെങ്കിൽ, അതായത് ഇപ്പൊ നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ജപമൊക്കെ തുടങ്ങി നമ്മളിങ്ങനെ പോകുമ്പോൾ, അപ്പോ എന്താ പറയാ, അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് കരുതി പുറത്തു വരികയാണെങ്കിൽ ഒരു എന്താ പറയാ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ അതിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ഒരിടത്തും സ്ഥാനമില്ലാതെ നമ്മൾ ഛിന്ന ഭിന്നമായി പോകുമോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഭഗവാനിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ, അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാതായി പോകുമോ, നമ്മൾ നശിച്ചു പോകുമോ എന്നാണ് ചോദിക്കുന്നത്. പുരോഗതി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പുരോഗതി ഉണ്ട്. ഭൗതികവാദികൾക്ക് അതീന്ദ്രിയ സത്തയിൽ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അതായത് ഈ ലോകത്തിൽ തന്നെ കണക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഭഗവാന്റെ കാര്യങ്ങളിലോ ഈശ്വരീയ കാര്യങ്ങളിലോ ഒരു താല്പര്യമില്ല. അവരങ്ങനെ തിന്നും കുടിച്ചും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞും നാളെ ജപിക്കാം, മറ്റന്നാൾ ജപിക്കാം, അത് മതി ഇത് മതി എന്ന് പറഞ്ഞ് അവരങ്ങനെ ജീവിച്ചങ്ങനെ പോകും. അവർക്ക് ഭഗവാനുമായിട്ട് കണക്ട് ആവാനോ ഭഗവാന്റേതായ കാര്യങ്ങളിലോ ഒന്നും താല്പര്യമില്ല. അവർക്ക് ഓരോരോ ആഗ്രഹങ്ങളാണ്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. സാമ്പത്തികാഭിവൃദ്ധി മൂലമുണ്ടാകുന്ന ഭൗതിക ഉത്കർഷത്തിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അതായത് പൈസ കൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് ആയി എല്ലാം നേടാൻ സാധിക്കും എന്നൊരു തോന്നല്. പക്ഷെ അത് വേസ്റ്റ് ആണ്, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോ എനിക്കൊരു 50,000 രൂപ കിട്ടിയാൽ നമുക്ക് വലിയ നിലയിലെത്താം, അല്ലെങ്കിൽ 1,00,000 രൂപ കിട്ടിയാൽ നമുക്ക് വലിയ നിലയിലെത്താം, അല്ലെങ്കിൽ 1 കോടി കിട്ടിയാൽ ഞാൻ സമാധാനമായി കിടന്നുറങ്ങും. ഇത് വെറുതെയാണ്. അപ്പൊ 2 കോടിയുടെ ചെലവ് ഭഗവാൻ വെച്ചു തരും. മനസ്സിലായില്ലേ? അപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന തോന്നല് വെറുതെയാണ്. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഗതികെട്ട സമയത്തും നമ്മൾ പോലും അറിയാതെ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൈ പിടിക്കും. അതാണ് ഭഗവാനുമായിട്ട് കണക്ട് ആകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എവിടെ തളരുമ്പോഴും ഭഗവാനുമായി ബന്ധമുണ്ടെങ്കിൽ ആ ഭഗവാൻ അവിടെ നമുക്ക് വേണ്ട സഹായം യഥാസമയത്ത് എത്തിച്ചു തരും. യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണത്. അപ്പോ കൂടാതെ വിഹിത കർമ്മങ്ങളാൽ നേടാവുന്ന ഉപരിലോകവാസത്തിലും ആധ്യാത്മിക മാർഗം സ്വീകരിക്കുന്ന ഒരാൾ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയും സകല ഭൗതിക സുഖങ്ങളും ത്യജിക്കുകയും വേണം. അപ്പോൾ ഭഗവാനുമായിട്ട് പൂർണ്ണമായി കണക്ട് ആവണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും പുറത്തു വരണം. എല്ലാത്തിൽ നിന്നൊന്നും പുറത്തു വരാൻ കഴിയില്ല. നമുക്ക് കുറെ കാര്യങ്ങളിൽ നിന്നും മെല്ലെ 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 നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊന്നും പുറത്തു വരാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ ആരും ഗോസ്വാമിമാരല്ല. ഇന്ദ്രിയങ്ങളോട് ആസക്തിയും ആഗ്രഹവും ഉള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. അത് മനസ്സിലാക്കിക്കൊണ്ട് പയ്യെ 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 നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാന്റെ ഓരോരോ കാര്യങ്ങളിൽ കണക്ട് ആവുക. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് തോന്നുന്നത് എന്തും, അത് എത്ര പ്രിയപ്പെട്ടതായാലും ഭഗവാൻ നമ്മളിൽ നിന്ന് അകറ്റിക്കളയും. അത് ഉറപ്പാ. ഭഗവാനുമായി കണക്ട് ആവുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ മുഖത്തോക്കി ചിരിക്കുകയാണ്,
അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക, അവരെപ്പോഴും ചിരിക്കും, അവര് നല്ല വ്യക്തികൾ എന്ന് ചിന്തിക്കും. പക്ഷെ അവര് ഉള്ളെന്താന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് ഭഗവാൻ നോക്കിക്കാണും. ആ ഭഗവാൻ എന്ത് ചെയ്യും, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു വീട് അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വിവാഹം ഇത് നമുക്ക് അനുയോജ്യമല്ല എങ്കിൽ ഭഗവാൻ നമ്മളിൽ നിന്ന് എടുത്തു കളയും. പക്ഷെ നമ്മൾക്ക് വലിയ താല്പര്യമായിരിക്കും അത്, അല്ലെ? നമ്മൾക്ക് വലിയ വിശ്വാസമായിരിക്കും, സ്നേഹമായിരിക്കും, താല്പര്യമായിരിക്കും. പക്ഷെ ഭഗവാൻ നമ്മളിൽ നിന്ന് അത് കളയും, ഉറപ്പായിട്ടും കളയും. അതാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിലൊരിക്കലും സങ്കടപ്പെടാനോ ദുഃഖിക്കാനോ പാടില്ല. ചില കുഞ്ഞുങ്ങളൊക്കെ പ്രഗ്നൻസി ടൈമിൽ വയറ്റിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോകും. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക, ഭഗവാനെ അങ്ങ് എന്താണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഒരിക്കലുമല്ല. ആ ജീവാത്മാവ് ഭൂമിയിൽ വരാൻ സമയമായിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുരിതമുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് അത് എടുത്തു മാറ്റിയത്. പിന്നെന്താ പറയുന്നത്, തന്റെ പരിശ്രമത്തിൽ വിജയിക്കാത്ത പക്ഷം രണ്ടു വഴിയും നഷ്ടപ്പെട്ട് എന്ന് അയാൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എന്തോരം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ, സന്തോഷം ഇല്ലല്ലോ, എന്തിനാ ഈ ഗതികേട്? ഇപ്പോ എനിക്ക് വയ്യാതെ ആയപ്പോഴേക്കും എൻ്റെ 1-2 പേര് എന്നോട് ചോദിച്ചു, ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, മാസങ്ങളോളം മൂകാംബികയിൽ പോയി ഇരിക്കുന്നു, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത വയ്യായിക ഭഗവാൻ തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു ആൻസർ എന്താണെന്നറിയോ? മനുഷ്യ ശരീരമാണ്, മനസ്സിലായില്ലേ? കാലാകാലം നിലനിൽക്കില്ല. ഈ പറയുന്ന നിങ്ങൾക്കും നാളെ എന്തെങ്കിലും വയ്യായികകൾ വരും, എനിക്കും വരും, സ്വാഭാവികം. പക്ഷേ മരുന്നിന് പോലും ചികിത്സിക്കാൻ പോലും വഴിയില്ലാതെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആളില്ലാതെ, കിടക്കാൻ ഇടമില്ലാതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭഗവാൻ എന്നെ കൊണ്ട് എത്തിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എനിക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ, സ്വസ്ഥമായി ഉറങ്ങാൻ ഒരിടമുണ്ട്, കഴിക്കാൻ 3 നേരം ഭക്ഷണമുണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ വണ്ടിയുണ്ട്, കൂടെ വരാൻ ആളുമുണ്ട്. ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല MDയുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരേക്കും ഭഗവാൻ എനിക്ക് എന്ത് ചെയ്തു? അവസരം തന്നു. ഇത് നിശ്ചയമായിട്ടും ഒരു വയ്യായിക നമുക്ക് വരും. ഏജ് കൂടുന്തോറും മനുഷ്യ ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും അത് വരുമ്പോ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഭഗവാൻ നമുക്ക് സഹായ ഹസ്തേന നമുക്ക് ചെയ്തു തന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും നമ്മൾ ചിന്തിക്കണം. അതിനുള്ള എന്താ പറയാ, എനിക്ക് അനുകൂലമാവാതെ പോയിട്ടില്ല, എല്ലാം അനുകൂലമായിരുന്നു. ഭഗവാൻ എല്ലാത്തിനും എനിക്ക് അതിൻ്റെതായ വഴികൾ ഭഗവാൻ കാണിച്ചു തന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും ഭഗവാനെ പഴിക്കരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും പഴിക്കരുത്. കാരണം എന്താ? ഭഗവാൻ, മാതാജി, ജയന്തി മാതാജി പറയുന്നു ഭഗവാൻ പരീക്ഷണമാണ്. ഒരിക്കലുമല്ല മാതാജി, ഭഗവാൻ ഒരിക്കലും നമ്മളെ പരീക്ഷിക്കില്ല, ഒരു കാരണവശാലും പരീക്ഷിക്കില്ല. എന്തിന് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കണം? എന്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോ, എന്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോ ഭഗവാൻ അത് കേൾക്കാതിരിക്കോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിളിക്കണം എന്റെ സുജാമാതാജി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സുജാമാതാജി നോക്കും. ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ അവർ നോക്കും, അവരെന്തോന്ന് ചോദിക്കും. അതുപോലെ എന്റെ കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിനും ഓരോരോ വയ്യായികകൾ വരും. അതിൽ നമ്മൾ സഫർ ചെയ്യും. കുറച്ച് നമ്മൾ മെഡിസിൻ കഴിച്ച് റിക്കവർ ആവും, വീണ്ടും ഇതാവും. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഈ ലോകത്ത് നിന്ന് പോകുന്നവരാണ്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പോയവർ വളരെ ചുരുക്കമാണ്. പണ്ട് ഐന്ദ്രദാസ് പ്രഭു എന്നൊരു വലിയൊരു ഭക്തനുണ്ടായിരുന്നു വൃന്ദാവനത്തില്. അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്നറിയോ? സദാ ഭഗവാന്റെ നാമങ്ങൾ, ഹരേ കൃഷ്ണ നാമങ്ങൾ വിവിധമായിരിക്കുന്ന ട്യൂണിൽ ജപിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടായിരുന്നു, ഭഗവാന്റെ നാമം ചൊല്ലി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. സോ ഈ ലോകത്ത് നിന്ന് നമുക്ക് പോകാൻ കാരണങ്ങൾ ഓരോന്നും ഉണ്ടാവും. അതിനൊരിക്കലും നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തരുത്. മീനും ചിക്കനും ഒക്കെ കഴിച്ച് എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് നടക്കുന്നവന് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിട്ടാണോ പോകുന്നത്? അല്ല. രണ്ടും ഒരേപോലെയാണ്. നമ്മൾ 2 കൂട്ടരും ഒരേപോലെയാണ്. അതിൽ 2 വ്യത്യസ്തമായ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഭഗവാനുമായി അടുത്ത് നിൽക്കുമ്പോൾ നമുക്കെല്ലാം അനുകൂലമാക്കി തരും ഭഗവാൻ. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ട് മനസമാധാനം ഇല്ലെങ്കിൽ എന്തിനു പറ്റും? ആലോചിച്ച് നോക്കിക്കേ. മനസമാധാനമാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഒന്ന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് കാണാതായപ്പോൾ ഒരുപാട് പേര് വിളിച്ചന്വേഷിച്ചു. ഞാൻ മുഖം പോലും കാണാത്തവർ ഒത്തിരി പേര്. എങ്ങനെയുണ്ട് 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 എങ്ങനെ, ആ ചോദ്യം മതി നമുക്ക് നമ്മളെ ചോദിച്ചു എന്ന് നമുക്ക് ആ ഒരു സ്നേഹം അല്ലേ, അതൊക്കെ ഭഗവാൻ നൽകിയ അനുഗ്രഹമല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ?
ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഭഗവാനെ നമ്മൾ പഴിചാരരുത്. ഭഗവാൻ അറിയാം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, അതെന്താണ്, ഇതെന്താണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം നമ്മളെ പരീക്ഷിക്കില്ല. അദ്ദേഹം നമുക്ക് എന്താ തരുന്നത്? സമാധാനമാണ് തരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സർജറി പറഞ്ഞു, ഞാൻ ഒരുപാട് വിഷമിച്ച് അയ്യോ എന്ത് ചെയ്യും എന്നൊരു സിറ്റുവേഷനിൽ ഭഗവാൻ എന്നെ നിർത്തിയില്ല. അതിന് വേണ്ട കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തന്നു ഇല്ലേ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി ഭഗവാൻ നിർത്തിയില്ല, ഭഗവാൻ കൈപിടിച്ചു. ഇതേ സാഹചര്യം വേറെ ചില വ്യക്തികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, ചികിത്സയ്ക്ക് പോലും പണമില്ല, മരുന്ന് പോലും വാങ്ങാൻ പൈസയില്ല, അല്ലെ അവസ്ഥയില്ല എന്ന അവസ്ഥയിൽ നിൽക്കില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ ഭഗവാൻ നമ്മളെ നിർത്തിയോ? ഇല്ല, ഭഗവാൻ കൂടെ നിന്നു. അതാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. ഞാന് സർജറിക്ക് മുന്നേ പോകും അമ്മയെ കാണാൻ. ഞാൻ തിയേറ്ററിൽ കയറുന്നതിനേക്കാൾ മുൻപേ എനിക്ക് അമ്മയെ കാണണം എന്നൊരാഗ്രഹമുണ്ട്. അതിന് മുൻപേ എങ്ങനെയെങ്കിലും ഞാൻ അമ്മയെ ചെന്ന് കാണും. ഗുരുവായൂരപ്പനെ കണ്ടിട്ടാ വന്നത്, ഇനി അമ്മയെ ചെന്ന് കാണും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരിക്കലും ഭഗവാനോ ദേവിയോ ഒന്നും നമ്മളെ പരീക്ഷിക്കില്ല. ഇതൊക്കെ നമ്മുടെ കർമ്മഫലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമയം എത്തുമ്പോൾ നമുക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ. അതിനെ ആ പോസിറ്റീവ് സെൻസിൽ കാണാം. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അതിഥികളെ പോലെ ഈ ജന്മത്ത് ഈ ഭൂമിയിൽ വന്ന വെറും അതിഥികളാണ് നമ്മൾ. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ആയുർദൈർഘ്യം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ദിവസത്തെ ആയുർദൈർഘ്യമുള്ള മിന്നാമിനുങ്ങും 70-80 വർഷം ആയുസ്സുള്ള മനുഷ്യനും എല്ലാം തുല്യമാണ്. ജീവൻ എടുക്കുന്നതും ജീവൻ വെടിയുന്നതും പുനർജന്മം ഉണ്ടോ ഇല്ലേന്ന് നിശ്ചയിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെ. ആ വഴികളിൽ നമുക്ക് ഓരോ നന്മ വരുന്നതും തിന്മ വരുന്നതും, പലരും പൊഴിഞ്ഞു പോകുന്നതും പലരും ചേർന്ന് വരുന്നതും, ഇതെല്ലാം ഓരോരോ കാര്യങ്ങളാണ്. കാലിക്കറ്റ് ടു ചെന്നൈയും ട്രിവാൻഡ്രം ടു ചെന്നൈയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീറ്റിലിരിക്കുന്ന വ്യക്തികളുമായി 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ സംസാരിച്ചു കഴിയുമ്പം അവർ പഴകിയ ബായ പറഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും. ആ സീറ്റിൽ പുതിയൊരാൾ വരും, ചിലപ്പോൾ അവരുമായി പരിചയപ്പെടും, ചിലപ്പോൾ പരിചയപ്പെടില്ല. അങ്ങനെ പോകുന്നു യാത്രകൾ അല്ലെ? നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ നമ്മളും ഇറങ്ങും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ മറന്നു പോകും, എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കും, ചിലപ്പോൾ ഒരു ഓർമ്മയിലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതുപോലെയാണ് മനുഷ്യജന്മം. പലരും വരും, പലരും പോകും, പലരും നിൽക്കും, പലരും നിൽക്കില്ല, പലതും ഉണ്ടാവും, പലതും ഇല്ലാതെയാവും. അപ്പൊ അതിലൊന്നും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക, അത്രേ എൻ്റെ ഒരു പോളിസി. അതാണ്. ശത്രു ആണെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. അവരവരെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കണം. മനസ്സിലായില്ലേ? അവരെ ഒരിക്കലും ദ്രോഹിക്കാനോ നിന്ദിക്കാനോ അപമാനിക്കാനോ നമ്മൾ നിൽക്കരുത്. കാരണം അത് കർമ്മഫലമായിട്ട് നമുക്ക് തിരിച്ചടിക്കുന്നത് നമ്മുടെ മക്കളിലൂടെ ആയിരിക്കും. നമ്മൾക്ക് ഏറ്റവും വലിയ വേദന എന്താണ് ഈ ലോകത്ത്? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പം അല്ലെ? നമ്മൾ ഒരാളെ ദ്രോഹിച്ചാൽ സംശയമന്യേ അക്ഷരം തെറ്റാതെ പറയാൻ നമുക്ക് നമ്മുടെ മക്കൾക്കായിരിക്കും എന്ത് കിട്ടാൻ പോകുന്നത്. അവർക്കറിയില്ല അനിൽ പ്രഭു. അപ്പൊ അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ മക്കൾക്ക് ദുരിതം വരാനുള്ള ഒരവസ്ഥ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. അത് നമ്മുടെ അയൽവാസി ആയാലും ശരി, ആരായാലും ശരി, കൂടെ നിൽക്കുന്നവരായാലും ജോലി ചെയ്യുന്നവരാരായാലും ശരി, നമ്മൾ ഒരാൾക്ക് ദ്രോഹം ചെയ്തോ അത് നമ്മുടെ മക്കളിലൂടെയാണ് സംഭവിക്കുക. അത്രയും മനസ്സിലാക്കി നമ്മൾ പോവാം. പിന്നെന്താ പറയുന്നത്? നിലതെറ്റിയ അയാൾ ഛിന്നഭിന്നമായൊരു മേഘത്തെ പോലെയാണ്. ഭഗവാനെയും വേണ്ട, ഭൗതികതയിൽ ആർമാദിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനായിരിക്കും എന്നറിയോ? നിലതെറ്റി യാത്ര ചെയ്യുന്ന ഒരു മേഘത്തെ പോലെയായിരിക്കും. അവർക്ക് ഒരു സ്വൈര്യവും ഒരു സമാധാനവും ഉണ്ടാവില്ല. അവരായിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി മെനഞ്ഞെടുത്ത് വെക്കും. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതാണ്, ഇതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ എപ്പോഴും കുറച്ച് കയ്പായിരിക്കും. മനസ്സിലായില്ല? ഇപ്പൊ എന്റെ കൂടെ കുറെ കൂട്ടുകാരുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ശാസിക്കും. അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്? അത് ശരിയാണോ? അത് ശരിയല്ല. ഈവൻ താഴത്തെ അമ്മു കൂടി വന്നിട്ട് പറയും, അമ്മു നീ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല, നീ അത് പറയാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും പറയില്ല അത് എന്റെ ഇഷ്ടമാണ്, എന്റെ സൗകര്യമാണെന്ന് പറയില്ല. കാരണം എന്താണ്? നന്മയുടെ പാത എന്നും ശാസന നിറഞ്ഞതായിരിക്കും, തിന്മയുടെ പാത എന്നും അലസതാ മനോഭാവമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. തിന്മയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും അലസതയുണ്ടാവും. നന്മയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്നും കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. കാഞ്ചിയമ്മ പൊട്ട് இருக்குதுமா சண்டை வைக்காத வந்துட்டேன். சாமி சந்தனம் கொடு சாமி. சந்தனம் கூட கேட்டேன். சந்தனமா? ஆண்டியோட அஷ்டகந்தம் எடுத்து கொடுக்கண்ணா.
നമ്മുടെ കാഞ്ചിയമ്മ கொஞ்சம் பின்னாடி தள்ளி நில்லுக்கண்ணா இந்த பக்கம் வாங்க அப்பதான் உங்களுக்கு தெரியும் இதோ നമ്മുടെ காஞ்சியம்மா கொஞ்சம் ஃபேஸ் காமிங்க இரு எங்க இருக்கிறேன் இங்க வாங்க ஹாய் இரு இப்படி எங்க இதோ இங்க நீயா உங்களுக்கு தெரியல உங்களுக்கு இதோ இருக்குது பாருங்க எனக்கு தெரியுது நான் இருக்கிறேன் நீ தோனிக்கு உட்காந்துருக்கிறேன் இருமா ചന്ദന ഇത് കൊടുക്കറ ഇന്നലെ വന്നിട്ട് ഭയങ്കര സങ്കടവും കരച്ചിലായിരുന്നു നേരത്തെ ഏത് കഴുത അത് റെഡി ആയിരിച്ചു അതെല്ലാം സെറ്റ് ആയിടും അപ്പോ ഇന്നലെ വന്നിട്ട് ഭയങ്കര കരച്ചില് രാവിലെ ഞാൻ എന്താ ഒന്ന് വന്നിട്ട് എനിക്ക് വയ്യാത്ത സങ്കടം അയ്യോ അമ്പിളിക്കുട്ടിക്ക് വയ്യ എനിക്ക് ടെൻഷൻ ആവുന്നു അമ്മൂന് വയ്യ അങ്ങനെ അങ്ങനെ ഭയങ്കര സങ്കടം ഇവരിവിടെ എല്ലാം ജോലി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്കൊരു അമ്മ തന്നെ അപ്പൊ ഭയങ്കര വിഷമം അവരുടെ മോൾ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇല്ലേ പിന്നെ എന്തിനാ വിഷമിക്കണേ എന്ന് ചോദിച്ചു വെച്ചുകോപ്പാ ഹരേ കൃഷ്ണ இன்னைக்கு கிறிஸ்மஸ் இல்ல நான் ஒரு gift கொடுக்கும் சொன்னேன்ல ஆமா எங்க ஒரு gift தரேன் அதுக்கு அதுல இருக்குள்ள ஐயோப்பா நீங்க கிறிஸ்மஸா ஆமா அதுக்கு அடியில நீங்க கிறிஸ்மஸ்ல புடவை இருக்கு அது 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 அந்த கவர் எடுறா நீ பாத்து போகுந்து போற நீ சின்ன ஹரே கிருஷ்ணா அம்மா எங்கடி ஆமா கண்ணா வள்ளி எங்க காணா வள்ளி வருவாள അമ്മേ നാരായണ ഇത് ഒരു മാതാജി കൊടുത്തത് என் கையில வந்து ஒருத்தருக்கு கொடுக்கணும் சொல்லி கொடுத்தது சரியா சாமிகளாம் வாங்கி கட்டிக்கணும் கொடுக்கலாம் வேற யாருன்னா கொடுத்தா உங்களுக்கு புடவை இல்லைன்னு சொன்னீங்கல்ல புடவைதான் இல்லைம்மா ஒண்ணு கூட நல்லா பட்டு பொடியா கட்டிட்டு வரணும்ல இது மாதிரி இருந்தா கட்டிக்குவேன் பட்டு பொடியெல்லாம் கட்ட முடியல பாரு எவ்வளோ போடுவேன் பட்டு போடுவேன் ஒரு அம்மா கொடுத்தது அதனால நான் உங்களுக்கு கொடுக்கறேன் சரிம்மா இந்த கண்ணா இதாங்க வை நல்ல புடவை நல்ல புடவை தான் செல்லும் உனக்கு நல்ல அழகா இருப்ப இது இது ஹாப்பி கிறிஸ்மஸ் தேங்க்யூ சந்தோஷமா சந்தோஷம் கண்ணா ஒரு டீ போட்டு கொடு நீ கட்டலாமா கட்டிக்கோங்க போட்டு இது அவுட் கடைசிட்டு ஜாயிட்டு தான் பரவாயில்ல இது வாயில் போட்டேன் അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭഗവാന്റെ അടുത്തോട്ട് അടുക്കും തോറും നമുക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല 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 കാര്യങ്ങളിൽ നിന്ന് പലതിൽ നിന്നും നന്മയിൽ നിന്ന് നമ്മൾ പുറത്തു വരും. മനസ്സിലായില്ലേ? പല നന്മയിൽ നിന്നും നമ്മൾ പുറത്തു വരും. കാരണം എന്താ? അവിടെ മായ പ്രവർത്തിക്കുന്നതാണ്. ഒരു മിനിറ്റ്. മായ പ്രവർത്തിക്കുമ്പോ നമുക്ക് എന്താ സംഭവിക്കുക? അതൊരു മാതാജി തന്നതാ കൊടുക്കാൻ. അപ്പോ നമ്മളിൽ നിന്ന് ഭഗവാന്റെ ഭക്തരിൽ നിന്ന് ഭഗവാനിൽ നിന്ന് നമ്മൾ പുറത്തു പോയി പോകും. എപ്പോഴും ഭഗവാനുമായി കണക്ട് ചെയ്ത കല്യാണ കവർ കൊടുക്കൂ. ഭഗവാനുമായി കണക്ട് ചെയ്ത ആ കവർ ബിന്ദുമ്മ എന്തീ കാണിക്കണേ? അപ്പൊ ഭഗവാനുമായി കണക്ട് ചെയ്ത വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു പോയി പോകും. മനസ്സിലായില്ലേ? അതെ അമ്മ. അപ്പോ നമ്മൾ ഭഗവാനുമായി കണക്ട് ആയി കഴിഞ്ഞാൽ മായ അതിശക്തമായിരിക്കും. ശരിയല്ല എന്ന് തോന്നുന്ന പലതും നമുക്ക് ശരിയാണെന്ന് തോന്നും. നമ്മൾ ഒറ്റപ്പെട്ടു പോകും ജീവിതത്തിൽ. എപ്പോഴും നമ്മളൊരു കൂട്ടമായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോ ആർക്ക് എന്ത് പ്രശ്നം എങ്ങനെ വരുന്നു പറയാൻ പറ്റില്ല. ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഇല്ലേ? ഒറ്റയ്ക്കൊന്നും ഒരിക്കലും ഒരാൾക്കും ലൈഫ് റൺ ചെയ്യാൻ കഴിയില്ല.
ഏത് സാഹചര്യത്തിൽ ഒരു മനുഷ്യന് എന്ത് ആവശ്യം വരും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ആരൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ ആരും ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോഴും ഭഗവാന്റെ ഭക്തർ നമുക്ക് എന്തായിരിക്കും? എന്നും തണലായിരിക്കും. ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് എപ്പോഴാ ഒരു അസുഖം വരാന്ന് പറയാൻ പറ്റില്ല. ഒരു അസുഖം വന്നാല് നമ്മൾ എന്ത് ചെയ്യുന്നറിയാത്ത ഒരവസ്ഥയിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് വന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കൂലേ? തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കും. ആലോചിച്ച് നോക്കൂ. അപ്പോ ഇന്നലെ നമ്മള് സുനിലേട്ടന് വേണ്ടി നമ്മൾ വീൽ ചെയറിന് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ് എന്നെ വിളിച്ചിട്ട്, മാതാജി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എന്താണ്? കാരണം അദ്ദേഹം ചോദിക്കുന്ന വീൽ ചെയറിന് ഒരു 1.5-2 ലക്ഷം രൂപ എടുത്ത് വരും നമുക്ക്. അപ്പൊ 10-40 രൂപയെ നമുക്ക് ആയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, ആ പൈസ എടുത്ത് മാതാജി സർജറി ചെയ്യും. എനിക്ക് കാലില്ലെങ്കിലും എനിക്ക് ഈ വേദന സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ മാതാജി. ഞാൻ പറഞ്ഞു, അങ്ങ് ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. അങ്ങേക്കുള്ള വീൽ ചെയർ അവിടെ എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണം ശരിയാവാത്തത് കൊണ്ടാണ്. അങ്ങ് സമാധാനമായിട്ടിരിക്കൂ. എൻ്റെ കയ്യിൽ സർജറിക്കൊക്കെ ഉള്ള പണമുണ്ട്. അതെൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ആ വാക്കുകൾ ഇന്നലെ രാത്രി 2 മണിക്ക് ഒരുപാട് ചിന്തിച്ച് കിടന്നു. അപ്പൊ നമ്മൾ എന്നും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളായിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. നമ്മൾ വളരെ ചെറിയ പരിമിതമായ സർക്കിളിനുള്ളിൽ ജീവിച്ചിട്ട് ഇന്ന ആളുകൾ എനിക്ക് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആവശ്യത്തിന് ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ജോലിയൊക്കെ ഉള്ള കാലം വരെ നമുക്ക് ബന്ധുമിത്രാദികൾ ഉണ്ടാവും. അതെല്ലാം പോയി ആരോഗ്യം നശിച്ചാൽ ഒരാളും നമുക്ക് ഉണ്ടാവില്ല. ബാധ്യതയായിരിക്കും നമ്മളെല്ലാവർക്കും. പക്ഷെ ഭഗവാന്റെ ഭക്ത കൂട്ടായ്മ എന്ന് പറയുന്നത് അതെന്നും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അതിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ആര് നോക്കിയാലും അവരെ ഭഗവാൻ പിടിച്ച് പുറത്തിടും. അങ്ങനെയാണത്. ഭഗവാൻ പിടിച്ച് പുറത്തേക്ക് അങ്ങ് ഇട്ട് കളയും. അതാണ് അതിന്റെ ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോ ആകാശത്തിലെ ഒരു മേഘശകലം ചിലപ്പോൾ ചെറിയൊരു മേഘത്തിൽ നിന്ന് വിട്ടുപോകുന്നത് വലിയ ഒന്നിനോട് ചേരാറുണ്ട്, ഇല്ലേ? പിന്നെ എന്താ ചെയ്യുന്നത്? അങ്ങനെ യോജിക്കാനാവാതെ വരുമ്പോൾ കാറ്റു പറത്തിവിടുന്നു. ആ മേഘക്കീറ് നിസീമതയിൽ നിരാധാരമായി പാറി നടന്ന് മറയുന്നു, അല്ലെ? വലിയ മേഘക്കൂട്ടമായി നിൽക്കുമ്പോൾ, ഒരു വലിയ ഭക്തജന കൂട്ടായ്മയായി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരെണ്ണം വേർപെട്ടു പോകും. പിന്നെ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞ് കാറ്റ് അതിനെ പറത്തി എവിടെങ്കിലൊക്കെ കൊണ്ട് കളയും. അതൊന്നും ഇല്ലാതായി പോകും. പക്ഷേ ആ ഒരു വലിയ മേഘക്കൂട്ടെന്ന് പറയുന്നത് എന്താണ്? മഴയായി പെയ്ത് ജീവജാലങ്ങൾക്ക് ജീവനേകും. അപ്പോൾ നമുക്ക് എന്തായി നിൽക്കണം? മേഘക്കൂട്ടമായി നിൽക്കണം. കൂട്ടമായി നിൽക്കുന്ന മേഘം കാണുമ്പോൾ നശിച്ച മഴ വരാനുണ്ട്, പ്രളയം വരാനുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഒരു പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്യും. എന്നാൽ ഒരു സിംഗിൾ മേഘം എന്നും ഒരു നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പൊ അതൊരിക്കലും പിന്നീട് കൂടിച്ചേരാനാവില്ല. അപ്പോൾ നമ്മൾ എന്നും മനസ്സിലാക്കേണ്ടത് ഭക്ത കൂട്ടായ്മയേക്കാൾ വലിയ ബന്ധുമിത്രാദികളൊന്നും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ആരൊക്കെയോ ഉണ്ട്. ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് ഭക്തജന കൂട്ടായ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? താൻ മൗലികമായി ആത്സമയത്തെയാണെന്നും ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്ന അവസ്ഥകളിൽ സ്വയം ആവിഷ്കരിക്കുന്ന കൃഷ്ണന്റെ ഒരു അംശമാണ് താൻ എന്നുമുള്ള ബോധത്തിന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ വഴിയെ കുറിക്കുന്നതാണ് ബ്രാഹ്മണപതി എന്ന് പറയുന്നത്. ബ്രാഹ്മണീയ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല ജീവിതത്തിൽ. ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? എന്നാൽ ചണ്ടാളനായി ജനിച്ചിട്ട് ബ്രാഹ്മണീയ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന് വലിയ അനുഗ്രഹമുണ്ട്. ആലോചിച്ച് നോക്കണം. ആ ജീവിതത്തിന് വലിയ അനുഗ്രഹമുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ബ്രാഹ്മണനല്ലെങ്കിലും ബ്രാഹ്മണീയ രീതിയിൽ ഭഗവാനെ വിശ്വസിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് നല്ല രീതിക്ക് ജീവിക്കണം. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം, നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബ്രാഹ്മണീയ രീതിയിലല്ലാതെ നമ്മൾ ജീവിക്കരുത്. ഭക്ഷണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഭക്ഷണം നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണത്തിലൂടെ നമ്മുടെ ബോധത്തെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും, മാതാജി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഇതുപോലെ ഓരോരുത്തർക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മളെ ക്ലാസ് എടുക്കാന്ന് പറയുന്നത് എടുത്തിട്ട് എനിക്ക് കമൻസിൽ ഇടുമ്പോഴേ ക്ലാസ് മുന്നോട്ട് പോണില്ല. മഞ്ജരീസിലേക്ക് ഇട്ട് വെക്കൂ. ഞാൻ സമയം പോലെ നോക്കിക്കോളാം. എന്തുണ്ടെങ്കിലും മഞ്ജരീസിൽ ഇട്ട് വെക്കൂ. കമൻസിന്റെ വായിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ അറിയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ ബോധത്തെ ആശ്രയിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും കുടിലതയും ദുഷ്ടതയും ഒരാൾക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ വെജ് കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്താണ് നമ്മുടെ
ഒരു ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും ആത്മീയതയിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത്, അല്ലെ? ആത്മീയ വഴിയെ നമ്മളെ രക്ഷിക്കാനുള്ളൂ. കാരണം ഇത് കലിയുഗമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമാണ്. ഈ പ്രതിസന്ധികളിൽ നമുക്ക് ബന്ധുജനങ്ങൾ തന്നെ ശത്രുവായി തീരുമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ശത്രുവായി തീരും എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് ജന്മം നൽകിയവർ പോലും നമുക്ക് ശത്രുതയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ നമ്മുടെ കയ്യിലൊരു ഭക്തജന കൂട്ടായ്മയുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്കിപ്പാവരുത്. കാരണം എന്താ അറിയോ? ആശ്രയം അറ്റു നിൽക്കുമ്പോൾ ഏക ആശ്രയം ഭക്തജന കൂട്ടായ്മ മാത്രമാണ്. അത് നമ്മൾ എന്നും തിരിച്ചറിയണം. ഒരിക്കലും തനിയെ പറന്നു നടക്കുന്ന ഒരു മേഘത്തെ പോലെ ആയി പോകരുത്. നമ്മൾക്ക് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഭഗവാൻ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ മഞ്ജരീസ് പോലെയുള്ള വസുദൈവ കുടുംബം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്നും ബഹുമാനിക്കുക, എന്നും സ്നേഹിക്കുക, എന്നും ചേർന്ന് നിൽക്കുക. ആ പരമപുരുഷന്, ഭഗവാന് സ്വയം സമർപ്പിക്കുന്നവൻ വിജയം കൈവരിച്ച യോഗിയാണ്, അല്ലെ? നമ്മൾ എന്ത് വന്നാലും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്താണ്? യോഗിയായി മാറുന്ന പറയുന്നത്. അല്ലാതെ നമ്മൾ കുറെ കാവ്യ ഉടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയാ ജപമാലകള് കഴുത്തിലും രുദ്രാക്ഷങ്ങള് കഴുത്തിലിട്ടത് കൊണ്ടൊന്നും അല്ല നമ്മൾ യോഗിയായി തീരുന്നത്. പിന്നെയോ നമ്മൾ എപ്പോഴും ബ്രാഹ്മണീയ രീതിയിൽ ജീവിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഭഗവാന് സ്വയം സമർപ്പിതമാവുകയാണെങ്കിൽ, നമ്മൾക്കൊരു ദുഃഖം വരുമ്പോൾ ഭഗവാനെ കുറ്റപ്പെടുത്തുകയും സന്തോഷം വരുമ്പോൾ ഭഗവാനെ പുകഴ്ത്തി പറയും, കൈനിറച്ച് കൊണ്ടു കൊടുക്കുകയും ചെയ്താൽ ഭഗവാന് സമർപ്പണമാവില്ല. പിന്നെയോ നമ്മള് ഭഗവാന് മനസാ വാചാ സമർപ്പണം ചെയ്യണം. ഏത് പ്രതിസന്ധിയിലും തുല്യതാ മനോഭാവത്തോടു കൂടി ഭഗവാനെ ചേർത്ത് പിടിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യോഗിയാവാനുള്ള യോഗ്യതയുള്ളൂ. വേഷവിധാനത്തിലല്ല ഒരു യോഗി എന്ന് നമ്മൾ ഒരാളെ വിളിക്കേണ്ടത്. അവന്റെ അന്തരംഗത്തിലേക്ക് നമ്മൾ നോക്കണം. പുറമേ ചിലപ്പം എത്ര ഫാഷനായി നടന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. അവിടെ ഈശ്വരനും ഉണ്ടാവും. ഒരു വ്യക്തിയെ കാണുന്നത് പോലെയല്ല ആ വ്യക്തിയുടെ ഉള്ളെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് പരിശുദ്ധതയുണ്ടാവും. ആ പരിശുദ്ധി ഈശ്വരൻ നോക്കിക്കാണുമെന്ന് നമ്മൾ ചിന്തിക്കണം. സ്വയം സമർപ്പിച്ച വ്യക്തി വിജയം കൈവരിച്ച യോഗിയാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? ബ്രഹ്മത്തെയോ പരമാത്മാവിനെയോ സാക്ഷാത്കരിച്ച ഈ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അനേകം ജന്മങ്ങൾ വേണ്ടി വരും. അതുകൊണ്ടാ പറയുന്നത് ബഹുനാം ജന്മനാം അന്ധേ എന്ന് പറയുന്നത്. ഒരുപാട് ജന്മങ്ങൾ എടുത്താലാണ് നമുക്ക് ഭഗവാനെ അറിയാനും ഭഗവാന്റെ ഭക്തരോടൊപ്പം നിൽക്കാനും സാധിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു പുഴുവായിട്ടും പൂച്ചയായിട്ടും പാറ്റയായിട്ടും എല്ലാം ജന്മം എടുക്കേണ്ടി വരും നമ്മൾ. അങ്ങനെ എടുത്തെടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഹുജന്മാനാം, ഒരുപാട് ജന്മങ്ങൾ എടുക്കണം നമ്മൾ. എങ്കിലേ നമുക്ക് എന്ത് സാധിക്കൂ? ഭഗവാനുമായി ചേർന്ന് നിൽക്കാൻ സാധിക്കൂ. ഒരു വീട്ടിൽ വെച്ച് നമ്മൾ ഒരു റൂമിൽ വെച്ച് നമ്മൾ ഒരു കൃഷ്ണവിഗ്രഹം വെച്ച് ആരാധിക്കുന്നതും ഭക്തജന കൂട്ടായ്മയോടൊപ്പം നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? പറയാൻ വിട്ടുപോയി, ഫെബ്രുവരി 3 ഗുരുവായൂർ മഞ്ജരീസിന്റെ ഒരു നവചണ്ഡികാ ഹോമമുണ്ട്. അത് ജാനുവരിയിൽ നടത്താൻ നിശ്ചയിച്ച ഹോമമാണ്. അപ്പോ ഫെബ്രുവരി 3 ഒരു വലിയ സംഭവമാണ്. 1000-ഓളം പേര് ദേവി മഹാത്മ്യ പാരായണമൊക്കെ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അന്ന് അമ്പലത്തിൽ നമ്മുടെ വകയൊക്കെയാണ് അന്നദാനം. അപ്പോ അന്നേ ദിവസം എല്ലാവർക്കും മൂകാംബികയിലേക്ക് സ്വാഗതം. വരാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ എനിക്ക് അവരുടെ പേര്, എത്ര പേര് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് റൂം അവിടെ ബുക്ക് ചെയ്തിടാം. നിങ്ങൾ തന്നെ റൂം റെന്റ് അവിടെ ഹോട്ടലിൽ കൊടുക്കണം. അതൊന്നും എനിക്ക് കളക്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തരുന്ന റൂമിന്റെ റെന്റ് നിങ്ങൾ തന്നെ അവിടെ ഹോട്ടലിൽ കൊടുക്കുക. അന്ന് 3 നേരം നമുക്ക് അമ്മയുടെ അടുത്തുനിന്ന് പ്രസാദം കഴിക്കാം, കാശി തീർത്ഥത്തിൽ കുളിക്കാൻ പോവാം, അമ്മയെ കാണാം, നവചണ്ഡികയിൽ പങ്കെടുക്കാം. പിന്നെ അന്ന് കുറെ കാര്യങ്ങളുണ്ട്. അമ്മ പനി പെയ്തു വേണ്ട അമ്മ. അപ്പോ അതിന്റെയൊക്കെ കുറെ അനുഗ്രഹങ്ങളുണ്ട്. സാധിക്കുന്നവര് വരിക മൂകാംബികയിലേക്ക്. വരുന്ന ഫെബ്രുവരി 3 ഓക്കെ. പിന്നെ എന്താ പറയാ, ഒത്തിരി സർപ്രൈസുകൾ നിങ്ങളെ കാത്തവിടെ ഇരിക്കുന്നുണ്ട്. സാധിക്കുന്നവര് വരും. ഓക്കെ.
പിന്നെന്താ പറയാ, അതിനാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള അത്യുത്തമ മാർഗം ഭക്തിയോഗം അഥവാ നേരിട്ടുള്ള കൃഷ്ണാവബോധ പദ്ധതി തന്നെ. ഭക്തിയോഗത്തിലൂടെ ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റും. നേരിട്ടുള്ള കൃഷ്ണാവബോധ പദ്ധതി, അതായത് നമ്മുടെ ഈ സത്സംഗം പോലെയുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റും. ഞാൻ അന്നും ഇന്നും പറയുന്നു, നിങ്ങള് മാന്യമായ ശരീരം എവിടെയും പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടോളൂ. 2024 ജീവിക്കുന്നത് പോലെ ജീവിച്ചോളൂ. കളിച്ചോളൂ, ചിരിച്ചോളൂ, തമാശിച്ചോളൂ, പ്രണയിച്ചോളൂ, സന്തോഷിച്ചോളൂ. ഇതിനൊന്നും നിങ്ങൾക്കൊരു തടസ്സമില്ല. പക്ഷെ ഹൃദയം എന്നും ഭഗവാന് സമർപ്പിതമായിരിക്കണം. നിങ്ങൾ ഒരിക്കലും കൃഷ്ണാവബോധത്തിലാണെന്നും പറഞ്ഞ് കാവി ഇട്ടുകൊണ്ട് തലയും മുണ്ടനവും ചെയ്ത് രുദ്രാക്ഷം അണിഞ്ഞ് നടക്കാൻ ഞാൻ പറയില്ല. ശരീരത്തിന്റെ പുറമേ കാണിക്കുന്ന പ്രഹസനമാവരുത് ഭക്തി. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രേമമായിരിക്കണം ഭക്തി. മനസ്സിലായില്ലേ? അത് ഞാൻ അന്നും ഇന്നും പറയുന്ന കാര്യമാണ്. ഭക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ശല്യമായി മാറരുത്. നിങ്ങൾ ഉറങ്ങിക്കോളൂ, പാട്ട് കേട്ടോളൂ, ചിന്തിച്ചോളൂ, കളിച്ചോളൂ, ചിരിച്ചോളൂ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ചെയ്തോളൂ. നോൺ വെജ് കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ജപിക്കാതിരിക്കരുത്. ഹൃദയത്തിലായിരിക്കണം നിങ്ങളുടെ ഭക്തി, പുറത്തായിരിക്കരുത്. മനസ്സിലായില്ലേ? പുറമേക്ക് കുറെ ഭക്തിയിലേക്ക് ഉയരുമ്പോഴേ നമുക്ക് ശരീരത്തിനും കുറച്ച് മാറ്റം വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രീ മാത്രേ നമഃ. ശരീരത്തിന് കുറച്ച് മാറ്റങ്ങൾ വരും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന, എനിക്കിതിനി വേണ്ട, എനിക്കിനി ഇതിന് വേണ്ട. അല്ലാതെ ഒരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ വേഷവിധാനങ്ങൾ മാറ്റിയിട്ട് ഞാനിനി ഭക്തിമാർഗത്തിലാന്ന് പറഞ്ഞാൽ അത് ശാശ്വതമില്ലാത്ത ഭക്തിയാണ്. അത് അനശ്വരമായ ഭക്തിയല്ല, അത് നശ്വരമായ ഭക്തിയാണ്. അതിൽ നിന്ന് എപ്പം വേണമെങ്കിലും ഒരാൾ സ്കിപ്പാവാം. അതേസമയം എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് വേണ്ടത് ശാന്തിയാണ്, സമാധാനമാണ് എന്ന ബോധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നമ്മളെ ഈശ്വരനെ ഹൃദയത്തിൽ സ്ഥാപിക്കണം. ക്ലിയർ? ഇനി 39ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ, ഏധന്മേ സംശയം കൃഷ്ണ ചേതു മഹർസസ്യ ശേഷധ തഥന്യാ സംശയസ്യാസാ ചേതാന ഹ്യുതപദ്ധ്യതേ എന്ന് വെച്ചാൽ, അല്ലയോ കൃഷ്ണ, ഇതാണ് എന്റെ സംശയം, അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. ഇങ്ങനെയൊക്കെ അല്ലാതെ, അങ്ങേക്കല്ലാതെ ഈ സംശയങ്ങൾ മാറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും എനിക്ക് അറിഞ്ഞൂടാ. അർജുനൻ പറയാണ്. എന്താ പറയുന്നത്? ഭഗവാനെ, അങ്ങ് തന്നെ എല്ലാ സംശയങ്ങളും തീർത്തു തരണം. അങ്ങല്ലാതെ മറ്റൊരാളില്ല സംശയങ്ങൾ തീർത്തു തരാൻ. ശരിയല്ലേ? ഭഗവാൻ മാത്രമേ ഉള്ളൂ സംശയങ്ങൾ തീർത്തു തരാൻ. ഭൂതം, വർത്തമാനം, ഭാവി, ഇവ മൂന്നിനെയും അറിയുന്നത് ഭഗവാൻ മാത്രമാണ്. അല്ലെ? നമുക്ക് ഇന്ന് മാത്രമേ അറിയൂ, ഇപ്പോ മാത്രമേ അറിയൂ. അടുത്ത സെക്കൻഡ് എന്താന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഭൂതം, ഭാവി, വർത്തമാനം ഇതെല്ലാം അറിയുന്നത് ഭഗവാന് മാത്രമാണ്, മറ്റൊരാൾക്ക് അറിയില്ല. മാതാജി, ഒന്ന് ഞാൻ യാത്രയിലായിരുന്നു, ഉണ്ടായിട്ടില്ല. ഞാൻ ജപമാലയും ക്ലിക്കറൊക്കെ വാങ്ങി വെച്ച് തരാതിരിക്കുവോ? തീർച്ചയായിട്ടും തരും. ഒന്നുകൂടെ മെസ്സേജ് ഇട്ടോളൂ. ഇപ്പം വയ്യാതായിട്ട് ഞാൻ കുറച്ച് മെസ്സേജ് നോക്കുന്നുണ്ട്. മെസ്സേജ് ഇട്ടോളൂ. ഇടയ്ക്ക് കഴിക്കുന്നതൊന്നും വിചാരിക്കരുത്. ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. നോർമൽ ഫുഡൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. അപ്പോ കഞ്ഞിവെള്ളം വേണ്ട, ബിന്ദമ്മ ചോദിക്കുക കഞ്ഞിവെള്ളം വേണ്ടേ. അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, അരമണിക്കൂർ കൂടുമ്പോൾ ടാബ്ലറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ക്ഷമിക്കൂലേ? അല്ലാണ്ട് വേറെ ഒന്നല്ല. പിന്നെ പെയിൻ തുടങ്ങിയാൽ ഞാൻ ഇവിടെ നിൽക്കൂല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 3 എണ്ണം കഴിഞ്ഞു ടാബ്ലറ്റ്. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ടാബ്ലറ്റ് ഉണ്ട്. അങ്ങനെ ഹാഫ് ആൻ അവറിൽ ടാബ്ലറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇടയ്ക്കൊന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ വയറ്റിൽ ഒരു അസ്വസ്ഥതയും സ്റ്റൊമക്ക് പെയിനും എല്ലാം കൂടി തുടങ്ങി വീണ്ടും നീര് വെച്ച് പഴുപ്പായി ഞാൻ കുറേ ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുക, കാപ്പി കുടിക്കുക എന്നല്ലാതെ ഒന്നും കഴിക്കാനിരിക്കില്ല. ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി ഇതൊക്കെ അറിയുന്നത് ആർക്കാണ്? ഭഗവാന് മാത്രമാണ്. നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പോലും അറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളും അല്ല നമുക്ക് സംഭവിക്കുന്നത്. എല്ലാ ജീവാത്മാക്കളും ആദ്യകാലത്തേ ഉണ്ടായിരുന്നു, അല്ലെ? അതാണ് ഭഗവാൻ ഗീതയിൽ അർജുനനോട് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ എന്താ പറഞ്ഞത്? പാർത്ത, ഇതൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട് ഇവരൊക്കെ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ട്.
അപ്പോ ഇല്ല, അത് വയറിന്റെ അടിഭാഗത്തായിട്ടൊരു ചെറിയൊരു മുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കുരു പോലെ വന്നപ്പോ ഗ്ലാഡർ എന്നെന്തുവാണ് പറഞ്ഞത്, അതിൽ കുറച്ച് ഇൻഫെക്ഷൻ, പഴുപ്പ് നിറഞ്ഞതാണ്, വേറെ ഒന്നുമില്ല, ചെറിയൊരു വയ്യായി. അപ്പം അത് സർജറിയാണ് വരുന്ന ജാനുവരി 4 അല്ലെങ്കിൽ 6. അതുകൊണ്ടുള്ള പ്രശ്നം. ഗ്യാസ്ട്രോഎൻട്രോളജിയെ കാണിച്ചു, MD, വേറെ പ്രോബ്ലം, വെൽ ആൻഡ് ഗുഡ്. അപ്പൊ പറയുന്നു, എല്ലാ ജീവാത്മാക്കളും ആദികാലത്തേ ഉണ്ടായിരുന്നു, ഇന്നും ജീവിക്കുന്നു അല്ലെ. നമ്മളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നും ജീവിക്കുന്നുണ്ട്, നാളെയും ഉണ്ട്. തീർച്ചയായിട്ടും നോ പ്രോബ്ലം. ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് ക്ലാസ് എടുക്കാം, അതർവൈസ് കുറച്ചു നേരം കിടന്നാൽ വീണ്ടും മെസ്സേജ് നോക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഭഗവാൻ ഇവിടെ പിടിച്ചിരുത്തിയാന്നേ. കുറെ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടന്നില്ലേ, അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇവിടെ ഇരിക്കടി നീ കുറച്ച് നാളെന്ന് പറഞ്ഞു. അതിന് ഭഗവാൻ ഇരുത്തിയതാ, വേറെ പ്രശ്നമില്ല. ഭാവിയിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരായാൽ പോലും വ്യക്തികളായി തന്നെ വർത്തിക്കുകയും ചെയ്യുന്ന ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഭാവിയിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരായാൽ പോലും, നമ്മളിപ്പോഴും ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. ഉണ്ടോ? ഒരിക്കലും മുക്തരായിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ ഇതില്ലേ ബാദാം, അത് വാങ്ങിയിട്ട് ഒരു ഡെയിലി ഒരു 5 ബാദാം 10 ബാദാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ തോലുരിച്ചിട്ട് കഴിക്കണം കേട്ടോ. ഫൈബർ കണ്ടന്റ് വളരെ അത്യാവശ്യമാണ് ബോഡിയിൽ. അതല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കും. ദൈവത്തോർത്ത് എല്ലാവരും ചെയ്യണേ. ഭയങ്കര പ്രശ്നമാണ്, എക്സ്പെഷ്യലി ലേഡീസ്. സഹിക്കാൻ പറ്റൂല കേട്ടോ, ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം, അനുഭവം ഗുരു. അതുകൊണ്ട് ദൈവത്തോർത്തിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കണം. പൈസ ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറയരുത്. ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല, മനസ്സിലായാലോ? അതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കാം. ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത്. ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. എനിക്ക് വന്ന അവസ്ഥ നാളെ ഒരാൾക്ക് വരരുത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു, നമ്മളൊന്നും എന്താണ് ഭൗതികമായ അവസ്ഥയിൽ നിന്ന് നമ്മളൊന്നും പിന്മാറിയിട്ടില്ല, ഇപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോ ഭാവിയിൽ അങ്ങനെ നമ്മൾ മുക്തി പ്രാപിച്ചാൽ കൂടിയും, ഭൗതികതയിൽ നിന്ന് പുറത്തു വന്നാൽ കൂടിയും വ്യക്തികളായിട്ട് തന്നെ നമ്മൾ ജീവിക്കും അല്ലെ. നമ്മൾ സാധാ വ്യക്തികളായിട്ട് തന്നെ ജീവിക്കും. നമ്മൾ ദൈവമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ചില വ്യക്തികളുണ്ട്, പകുതി കുറെ നാൾ നല്ലോണം മനുഷ്യന്മാരെ പോലെ ലൈഫ് മുന്നോട്ടുണ്ടോ, കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഈശ്വരനാ. അവരെ ആരതി ഒഴിയാനും അവരെ പൂജിക്കാനും ഇതൊക്കെ അവസ്ഥ. തെറ്റാണ്. ഈശ്വരൻ ഈശ്വരനും മനുഷ്യൻ മനുഷ്യനും മാത്രമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്, ഈശ്വരൻ വരൂല. അതുകൊണ്ട് ആൾ ദൈവങ്ങളില് തോല് കളയണം. ആൾ ദൈവങ്ങളിൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ദൈവത്തിൽ വിശ്വസിച്ചോളൂ, ആൾ ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ മലയാളികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണത്. പിന്നെയോ, ആധ്യാത്മിക മാർഗത്തിൽ പരാജിതരായവരുടെ ഭാവിയെ പറ്റിയാണ് അർജുനൻ അറിയേണ്ടത്. ആധ്യാത്മിക മാർഗത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് പാതി വഴിയിൽ നിന്ന് അതിൽ നിന്ന് സ്കിപ്പായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നാണ് അർജുനൻ ചോദിക്കുന്നത്. കൃഷ്ണനോട് സദൃശനായോ കൃഷ്ണനേക്കാൾ ഉന്നതനായോ ആരുമില്ല. കേട്ടോളൂ, ഭഗവാൻ കഴിക്കുന്നുണ്ട് പ്രഭു. ഭഗവാനോട് ഈക്വലായിട്ടും ആരില്ല, ഭഗവാനേക്കാൾ മുകളിലായിട്ടും ആരുമില്ല. മനസ്സിലായില്ല? ഭഗവാനാണ് ഏറ്റവും ടോപ്പസ്റ്റ്. അതുകൊണ്ടാണ് ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷാന്ന് വിളിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷാന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഭഗവാനേക്കാൾ മുകളിലായിട്ടും ആരുമില്ല, ഭഗവാനോട് ഈക്വൽ ആയിട്ടും ആരുമില്ല. ഭൗതിക പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു പോകുന്ന തത്വജ്ഞാനികളോ പേരുകേട്ട മഹർഷിമാരോ നിശ്ചയമായും കൃഷ്ണന് കിടനിൽക്കുന്നതല്ല. എന്താണ്? ഭൗതിക പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട്, ഈ പ്രകൃതിയുടെ ഒരു കാരുണ്യം നമുക്ക് ഉണ്ടല്ലേ, ആ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു പോകുന്ന തത്വജ്ഞാനികൾ, ആ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് 2 വാക്ക് തത്വജ്ഞാനത്തെ കുറിച്ചോ ഗീതയെക്കുറിച്ചോ ഭാഗവതത്തെ കുറിച്ചൊക്കെ പറയാൻ കഴിവുള്ള തത്വജ്ഞാനികൾ. അതായത് ഇവിടെ പ്രത്യേകം ആലോചിക്കണം, ഭൗതിക പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട്. ഭൗതിക പ്രകൃതി എന്ന് പറയുന്ന ആരാണ്? വാണീദേവി അമ്മ. അമ്മയുടെ കാരുണ്യം കൊണ്ട് നല്ല 2 സത്സംഗം ചെയ്യാൻ കഴിവ് കിട്ടിയ തത്വജ്ഞാനികൾ, അല്ലെങ്കിൽ പേരുകേട്ട മഹർഷിമാർ,
അവര് പോലും ഭഗവാനോട് തുല്യരല്ല എന്നാ പറയുന്നത്. മനസ്സിലാണ്ടോ? അവര് പോലും ഭഗവാനോട് ഈക്വൽ അല്ല. ആലോചിച്ച് നോക്കൂ, നമ്മളെന്താ ചെയ്യാം? എവിടെങ്കിലും 2 വാക്ക് പറയുന്ന ആളെ അങ്ങോട്ട് ദൈവമായി കാണും. തെറ്റാകുക ചെയ്യാൻ പാടില്ല. കൃഷ്ണൻ കൃഷ്ണനാ, ബാക്കി എല്ലാരും കൃഷ്ണന്റെ താഴെയാണ്. കൈയെടുത്ത് കുമ്പിട്ട് നിൽക്കേണ്ടത് ഭഗവാന്റെ മുന്നിലാണ്. മനസ്സിലാണോ? വേറെ ആരെ നമിച്ചാലും അവനിലുള്ള ഈശ്വരനെ നമിക്കുന്നു എന്ന് ചിന്തിക്കണം. അല്ലാതെ അവനെ ഈശ്വരനായി കാണരുത്. മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണാൻ ശ്രമിക്കണം. ഈശ്വരനെ ഈശ്വരനായിട്ടും കാണാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തത്വജ്ഞാനികളൊക്കെ തത്വം പറയുന്നതും ഗീത പറയുന്നതും ഭാഗവതം പറയുന്നതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യം കിട്ടിയിട്ട് 4 വാക്ക് പറയുന്നവനെ ഈശ്വരനായി കാണുന്ന നമ്മൾ വിഡ്ഢികളായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരിക്കലും അവരെ ഒന്നും ഈശ്വരനായി കാണരുത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധി അന്തിമവും എല്ലാ സംശയങ്ങൾക്കുള്ള സമ്പൂർണ്ണ ഉത്തരവുമാണ്. എന്താണ്? ഭഗവാനാണ് ഏറ്റവും ടോപ്പസ്റ്റ്. ഭഗവാനോട് ഈക്വലായിട്ട് ആരുമില്ല. ഭഗവാനേക്കാൾ മുകളിലായിട്ടും ആരുമില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഭൂതഭാവി വർത്തമാനങ്ങൾ പൂർണ്ണമായി അറിയാം. വേറെ ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ഭഗവാന് മാത്രമാണ് ഇന്നലെ എന്താണ്, ഇന്നെന്താണ്, നാളെ എന്താണെന്ന് അറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ആർക്കും അത് പറയാൻ കഴിയില്ല. ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പൊ പൂർണ്ണമായ അറിവില്ല. പൂർണ്ണതയില്ലാത്ത ഒരാളെ നമ്മളെങ്ങനെ ഭഗവാൻ എന്ന് വിളിക്കും, അല്ലെ ദൈവം എന്ന് വിളിക്കും? അതുകൊണ്ട് മനുഷ്യ ദൈവങ്ങളിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. മനസ്സിലായോ? എന്നാൽ അദ്ദേഹത്തെ ആർക്കും അറിഞ്ഞുകൂടാ. ഭഗവാനെ നമുക്ക് എല്ലാവർക്കും അറിയോ? ഒരിക്കലുമില്ല. ഭഗവാന്റെ ഭക്തരായോ നമ്മള്? ഇല്ല. നമ്മൾ എന്തായിരിക്കണേ? ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന വെറും കീടങ്ങളാണ് നമ്മൾ. മനസ്സിലാണോ? ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന കീടങ്ങൾ മാത്രമാണ് നമ്മൾ. നമ്മളല്ലാണ്ട് ഭഗവാന്റെ ഭക്തരായിട്ടില്ല. ആവാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ മഹാസാഗരത്തെക്കാൾ വലുതാണ്. അതിന്റെ ഒരറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. ആലോചിക്കണം, ഒരു മൂലയിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭക്തനാണ് ഭക്തയാണെന്നും പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിക്കാൻ നടക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മളായിട്ടില്ല, ആവാൻ ശ്രമിക്കുന്നവരാണ്. ഭക്തി പോലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ എങ്ങനെ അറിയും? അറിയാനായിട്ടില്ല. കൃഷ്ണനും കൃഷ്ണാവബോധമാർന്ന ഭക്തനും മാത്രമേ വസ്തുതകളെ യഥാർത്ഥമായി അറിയാൻ കഴിയൂ. കൃഷ്ണനും അറിയാൻ പറ്റും, കൃഷ്ണാവബോധമാർന്ന ഭക്തനും അറിയാൻ പറ്റും. നമുക്ക് കൃഷ്ണാവബോധം പൂർണ്ണമായി കിട്ടിയോ? കിട്ടിയിട്ടില്ല. കൃഷ്ണാവബോധമുള്ള ഭക്തനായി നമ്മൾ മാറിയോ? മാറിയിട്ടില്ല. ആൾക്ക് ഉറപ്പ് പറയാൻ പറ്റും ഞാൻ ഭഗവാന്റെ നല്ല ഭക്തനാണെന്ന്, എനിക്ക് ഭഗവാനെ പൂർണ്ണമായി അറിയാമെന്ന് നമ്മുടെ ഈ ലൈവ് കാണുന്ന ഒരാൾക്കും പറയാൻ പറ്റൂല. അങ്ങനെ പറയുന്ന ഒരു വ്യക്തി ഈ ഭൗതികലയിൽ ഒന്നുമായിട്ട് കണക്ട് ആവില്ല. ഭക്ഷണവും വിശപ്പും പോലും അവൻ അറിയില്ല. വിശപ്പിനെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവും. ഇന്ദ്രിയമായിരിക്കുന്ന ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തല്ല, ഭഗവാന്റെ ഭക്തരല്ല. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. ഭഗവാന്റെ ഭക്തർക്ക് മാത്രമാണ് എന്തറിയാൻ പറ്റുന്നത്? കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അവരും ഭഗവാന്റെ മുകളിലാണോ? അല്ല, ഭഗവാന്റെ പാദസേവ ചെയ്യുന്നവരാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ ഭഗവാനുവാച, എന്താ പറയുന്ന ഭഗവാൻ? പാർത്താ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കച്ചിത് ദുർഗതീം താതഗച്ഛതി എന്ന് വെച്ചാൽ ശ്രീ ഭഗവാൻ പറയുന്നു, ഹേ പാർത്ത, മംഗളകരമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക്, അതായത് മംഗളകരമായിരിക്കുന്ന നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക്, ആധ്യാത്മതയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന ഒരു ജ്ഞാനിക്ക് ഈ ലോകത്തിലാവട്ടെ ആത്മീയ ലോകത്തിലാവട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വരൂല എന്നാ പറയുന്നത്.
ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അർജുനനോട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഡിൽ പറഞ്ഞു കൊടുക്കുന്നു, സുഹൃത്തേ, എന്താണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാശമില്ല സുഹൃത്തേ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവനെ എങ്ങനെയും ഞാൻ രക്ഷിക്കും, അവൻ എന്ത് ദുർഗതി വന്നാലും ഞാൻ അവന് കൈ കൊടുക്കുന്നു പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ദുർഗതി വന്നാലും ഞാൻ അവന് കൈ കൊടുക്കും എന്നാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കിക്കേ, എത്ര വലിയ കാര്യ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ത് വലിയ നാശം സംഭവിച്ചാലും അവന് ഞാൻ, എന്ത് ദുർഗതി വന്നാലും ഞാൻ അവന് കൈ കൊടുക്കുന്നു ഭഗവാൻ ഗീതയിൽ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരുടെ വാക്ക് തെറ്റും, ഭഗവാന്റെ വാക്ക് തെറ്റുവോ? ഒരിക്കലും തെറ്റില്ല. ഭഗവാൻ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. ഭഗവാൻ ഒരിക്കലും അത് തെറ്റിക്കില്ല. അപ്പൊ ഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട്. എന്താണ്? സുഹൃത്തെ പാർത്ഥ, ആധ്യാത്മിക പാതയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മംഗളകരമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ജപിക്കുക, വായിക്കുക, സത്സംഗം കേൾക്കുക, പൂജ ചെയ്യുക, നിവേദ്യം കൊടുക്കുക. ഇങ്ങനെ മംഗളകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലായാലും പരലോകത്തിലായാലും നാശമില്ല പാർത്ഥ. അവൻ എന്ത് ദുർഗതി വന്നാലും, കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രയാസം വന്നാലും ഞാൻ അവനെ രക്ഷിക്കും, അവനെ ഞാൻ ദുർഗതി വരുത്തില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയാ? തുക്താ സുധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന പക്വോധ പതേ തദോദയതി യത്ര ക്വവാ ഭദ്രാ ധ്രുമുഷ്യ കിം കേവർത്ത ആപ്തോ ഭജതാം സുധർമ്മധ. എന്ന് പറഞ്ഞാൽ ഭൗതിക ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ ചരണങ്ങളിൽ ആശ്രയം തേടുന്നവർക്ക് ഒരു വിധത്തിലും നഷ്ടമോ പതനമോ ഉണ്ടാവില്ല. ഭൗതികമായിരിക്കുന്ന ധർമ്മങ്ങളെല്ലാം ത്യജിച്ചിട്ട്, നമ്മുടെ ഈ ഭൗതികമായിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, ഈ ധർമ്മങ്ങളെല്ലാം ത്യജിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ആരാണോ അഭയം തേടുന്നത് അവർക്ക് ഒരു വിധത്തിലും നഷ്ടമോ പതനമോ ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമുക്ക് ഭൗതികമായി കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതെല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവണ്ട. നടക്കേണ്ടത്, വരാനുള്ളത് വഴി തങ്ങൂല, അത് വരും. അതിലൊന്നും നമ്മൾ പതറിപ്പോവരുത്. മനസ്സിലായില്ലേ? ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട് ജപ്തി ചെയ്തു പോയാലും ലോകമേ വീടെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിലൊന്നും പതറിപ്പോവരുത്. ഉള്ളപ്പം മാത്രം സന്തോഷിക്കുക, ഇല്ലാത്തപ്പോ ദുഃഖിക്കുക. ഇതിലൊന്നും പതറിപ്പോവരുത്. നമ്മുടെ ശ്രീല പ്രഭുപാജി കൃഷ്ണാവബോധ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ജലദൂത കപ്പലിൽ പോണ സമയത്ത് 2 അറ്റാക്ക് വന്നു. അദ്ദേഹം കൃഷ്ണ നിന്റെ കാര്യത്തിനല്ലേ ഞാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് എനിക്ക് അറ്റാക്ക് വന്നു, അപ്പൊ നീ എന്നെ കൈവിട്ടില്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണനെ തഴഞ്ഞോ? കൃഷ്ണനെ കുറ്റപ്പെടുത്തിയോ? ഒരിക്കലും ഇല്ല. കൃഷ്ണനെ ചേർത്ത് പിടിക്കുക ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോ ആരോഗ്യസ്ഥിതി നശിച്ചാലും ശരി, നമുക്ക് സാമ്പത്തികം ഇല്ലാണ്ടായാലും ശരി, ദുരിതം വന്നാലും ശരി, തോൽവി വന്നാലും ശരി, കൃഷ്ണനെ കൈവിടരുതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക ധർമ്മങ്ങളിലെല്ലാം ത്യജിച്ച്, അതായത് ത്യജിക്കാൻ മീൻസ് അത് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അതിലൊന്നും കൂടുതൽ മനസ്സ് കൊടുത്ത് നമ്മൾ ടെൻഷൻ അടിക്കാതെ സർവസമയവും സദാസമയവും സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചരണങ്ങളിൽ ആശ്രയം തേടുന്നവർക്ക് ഒരു വിധത്തിലും നഷ്ടമോ പതനമോ ഉണ്ടാവില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഏതു പ്രതിസന്ധിയിലും ഭഗവാന്റെ തിരുചരണങ്ങൾ മുറുകെ പിടിച്ചോളൂ, ഭഗവാൻ കൂടെ ഉണ്ടാവും. ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. ഒരാളാലെയും ഭഗവാൻ നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? മറിച്ച് ഭക്തിയില്ലാത്ത ഒരാൾ തന്റെ കർത്തവ്യങ്ങളിൽ തികച്ചും നിറവേറ്റിയിരുന്നാലും യാതൊരു ഗുണവും ഇല്ല. ഭക്തി ഇല്ലാത്ത ഒരു വ്യക്തിയുടെ അടയാളം എന്താ അറിയോ? ഭൗതികതയിൽ എന്നും കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അയ്യോ എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, എനിക്ക് അങ്ങനെ പോകണം, എനിക്ക് ഇങ്ങനെ പോകണം, ഇത് മാത്രമായിരിക്കും. നാളെ അമ്പലത്തിൽ പോയാലോ? അല്ല, എനിക്ക് നാളെ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റൂല, എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇതുണ്ട്, എനിക്ക് ഇങ്ങനെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭഗവാന്റെ കാര്യത്തിനാണ്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. ഞാൻ മൂകാംബികയിൽ ഇരിക്കുമ്പോൾ എനിക്ക് 2 സീരിയലിന്റെ ഷൂട്ട് വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇവിടെ ഇരിക്കാൻ കിട്ടിയ ഏറ്റവും മഹനീയമായ അവസരമാണ് അമ്മ. സീരിയലിന്റെ ഷൂട്ടിന് പോയാലും എനിക്ക് പൈസ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ഞാനിപ്പോൾ അത് മോച്ച് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോയാൽ ശരിയാവില്ല അമ്മ, ഞാൻ പോകൂല. എനിക്ക് ഇത്ര ദിവസം അമ്മയുടെ അടുത്ത് ഭജന ഇരിക്കണം എന്നുണ്ട്, ഞാൻ ഇരുന്നിട്ടേ പോകും. കാരണം നമ്മൾക്ക് ഇങ്ങനെയുള്ള സമയങ്ങൾ ഒരിക്കലും കിട്ടില്ല. അത് വല്ലപ്പോഴും വീട് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. എത്രയോ ജന്മങ്ങളിൽ നമുക്ക് ഭഗവാൻ നൽകുന്ന ഒരു കാരുണ്യമാണത്.
അപ്പൊ ആ കാരുണ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓടരുത്. ഭൗതികത നമുക്ക് എന്നും ഉണ്ട്, ആത്മീയത നമുക്ക് എപ്പോഴും കിട്ടില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. പിന്നെയോ, തികച്ചും നിറവേറ്റിയിരുന്നാല്, ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും നിറവേറ്റിയിരുന്നാൽ യാതൊരു ഗുണവുമില്ല. ഒരു ജന്മം മുഴുവൻ നമ്മൾ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും കൂട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ജീവിച്ചിട്ട് അവസാനം എന്താ കേൾക്കുക? ഒരു പിച്ചക്കാരിയുടെ വില പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല, ഇല്ലേ? തഴഞ്ഞേക്കും നമ്മള്. എന്നും കൊടുത്തോണ്ടിരിക്കുന്ന ഒരാള് ഒരു ദിവസം കൊടുക്കാതിരുന്നു കഴിഞ്ഞാല് അവര് കുറ്റക്കാരായി മാറി, അവരൊന്നുമില്ലാത്തവരായി മാറി. നമ്മള് 999 ദിവസവും ചെയ്തിട്ട് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരായി? ശത്രുവായി മാറി. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കില്ലാത്ത കുറ്റങ്ങളില്ല, നമുക്കില്ലാത്ത കുറവുകളില്ല. ആ 999 ദിവസവും ചെയ്തു തന്ന കാര്യങ്ങൾ മറന്നു പോവും. ഇതാണ് മനുഷ്യന്റെ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് എത്ര വലിയവരും ചെയ്യുന്ന കാര്യമാണത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒരാൾ എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും നന്ദിയോടെ അത് സ്മരിക്കണം. വേണ്ടേ? എപ്പോഴും സ്മരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാഞ്ചിമയും ഞാനായിട്ടുള്ള ബന്ധം 4 വർഷത്തിനല്ലേ കാഞ്ചിമ? 4 വർഷമായി. ഞാൻ ഇവിടെ വരുമ്പോ കൊറോണ ടൈമാണ്. അപ്പൊ ഒന്നും എന്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. കറക്റ്റ് അല്ലേ കാഞ്ചിമ? ഒരു പൈസയും ഇല്ല. അപ്പോ എനിക്ക് ഇവിടെ വന്ന് പാത്രം കഴുകണം, അതുപോലെ ഞാൻ ആ സമയത്ത് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കണോ, പൂജ ചെയ്തുകൊണ്ടിരിക്കണോ, കുറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ്. കാഞ്ചിയമ്മ വന്നിട്ട് എന്താ ചെയ്തരാ അറിയോ? പാത്രം കഴുകി തരും, എനിക്ക് തറ തുടച്ചു തരും, അല്ലെ? കുറെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ ഞാൻ പറയാം, വേണ്ട കാഞ്ചിയമ്മ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇല്ലല്ല അമ്മോ, ഞാനും ചെയ്തരാന്ന് പറയും. കാരണം ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഞാൻ ഏതോ നാട്ടില്, അവരേതോ നാട്ടില്. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ കോറിഡോർ തുടയ്ക്കാൻ വന്ന ഒരാളാണ്. അന്ന് എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ ഞാൻ പറയും, കാഞ്ചിയമ്മ എനിക്ക് വർക്കൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്താൽ എനിക്ക് കാശില്ല തരാൻ. ഞാൻ ഇപ്പൊങ്കിട്ട കാശ് കേട്ടിനാമു? ഇതാ കാഞ്ചിയമ്മ ചോദിച്ചത്. ഞാൻ ഇപ്പൊ നിന്നോട് പൈസ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് 2-3 പെൺകുട്ടികളല്ലേ, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, അതുപോലെ ആ മോളെ പോലെ ഞാനും കാണുന്നു എന്ന് പറഞ്ഞ് രാവിലെ എന്റെ കൂടെ വന്നിരുന്നിട്ട് കാപ്പി കുടിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാപ്പിയൊക്കെ കുടിച്ച് കാഞ്ചിയമ്മ റേഷൻ കടയിൽ പോയിട്ട് എനിക്ക് പരിപ്പ്, ഓയില്, എണ്ണ, പിന്നെ എന്നത് പരിപ്പ്, ചക്കര, പഞ്ചസാര, ഇതൊക്കെ കാഞ്ചിയമ്മയുടെ റേഷൻ കാർഡിൽ വെച്ച് എനിക്ക് വാങ്ങിച്ചു തരും. എന്നിട്ട് എന്നോട് പറയും, എന്റെ മക്കൾക്കെല്ലാം റേഷൻ കാർഡ് ഉണ്ട്, അവരൊക്കെ കെട്ടിച്ചു കൊടുത്തു, ഇപ്പൊ ഞാനും എന്റെ ഭർത്താവും മാത്രമാണ്, അപ്പൊ ഞങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട, അത് അമ്മു യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മാസം മാസം എനിക്ക് റേഷൻ കടയിൽ നിന്ന് ഓരോന്ന് കൊണ്ടുത്തരും. ആ സ്നേഹം ഞങ്ങള് ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തും. ആ, ഒന്നും ഇല്ലാതെ വന്നു. അതെ, ഒരേ വാരത്തില് ഒരേ മാസத்துல முடிச்சிட்டேன். അതെ. മുതൽ என்ன வாங்கினேன்? அது பேர் வாங்கணும். കാഞ്ചിമ്മ പറയാണ്, കേരളത്തിൽ നിന്ന് ഒരു ഫേർണിച്ചേഴ്സും കൊണ്ടുവരാതെ ഒരു ഗ്യാസ് സ്റ്റവും കുറച്ച് പാത്രങ്ങളുമായിട്ടാണ് ഞാൻ 2ാമത്തെ വട്ടം ചെന്നൈയിലേക്ക് വന്നത്. അപ്പോ ഇവിടെ ഷൂട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ വന്നപ്പോ കൊറോണ കുറച്ച് ഹൈ ആയി, ഷൂട്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഞാൻ ഇവിടെ ഒരു തറയിൽ ഒരു പായ ഇട്ടിട്ട് ഒരു തലയണ ഇട്ടിട്ട് കിടക്കും. സീരിയസ്ലി, ഒരു പായയും തലയണയും ഇട്ടിട്ട് ഞാൻ ഇവിടെ കിടക്കും. കിച്ചണിൽ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങളുണ്ട്. ഫേർണിച്ചേഴ്സ് എല്ലാം നാട്ടിലാണ്. അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ 10-70,000 രൂപ വേണം. പിന്നെ ആണെങ്കിൽ കേരളത്തിൽ നിന്ന് അപ്പോൾ ആ സമയത്ത് ഷിഫ്റ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ഇല്ല, ഒന്നുമില്ല, കൊറോണ കാരണം. അപ്പോൾ ആ പാത്രങ്ങളും എന്തെങ്കിലും കുറച്ച് ഫുഡ് ഉണ്ടാക്കി, ഉടച്ച കടല അല്ലേ, ഒരു നല്ല പാത്രങ്ങളും കൂടി ഇല്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പാത്രങ്ങളെല്ലാം ഞാൻ എങ്ങനെയോ കൊണ്ടുപോകും, കുറെ ഒക്കെ പൊട്ടിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സ്റ്റാർട്ടിങ് സമയം ഞാനും കാഞ്ചിമയും അങ്ങനെയായിരുന്നു. അപ്പോഴൊന്നും അമ്മ ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ നിന്നതിൽ നിന്ന് ഇന്ന് അല്ലേ കാഞ്ചിമ, അന്നും ഭഗവാനുണ്ട്, കിച്ചുണ്ട്. കിച്ചുണ്ട്. കിച്ചുവിനെ ഞാൻ അന്നേ കേരളത്തിൽ നിന്ന് വരുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുവന്നു. കിച്ചുണ്ട്, ഞാനുണ്ട്. ഇവർക്ക് വെക്കണ പ്രസാദം എന്താ? നമ്മ ഫുഡ് അല്ലെ. കിച്ചുവിന് കൊണ്ടുവന്ന് വെക്കുന്ന പ്രസാദാണ് ഞങ്ങളുടെ ഫുഡ്.
അതെ, ഔഷധം കുടിച്ചത് ഭഗവാൻ എന്ത് കഴിച്ചോ അത് ഞങ്ങളും കഴിക്കും. അതാണ് ഞങ്ങളുടെ ആ സമയങ്ങളിലുള്ള ഭക്ഷണം. കാരണം കൊറോണ കാരണം അല്ലെ കാഞ്ചമ്മ ഒന്നുമില്ല, നമുക്ക് ഒന്നുമില്ല, ഒരു പച്ചക്കറി വാങ്ങാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല, ഒന്നുമില്ല. അപ്പൊ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഭഗവാന് വെക്കും, അരി വറുത്ത് വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അതാണ് ഞങ്ങളുടെ ഭക്ഷണം. അങ്ങനെ ഞാനും കാഞ്ചിയമ്മ അതിന് കൂട്ടായി നിന്ന് അങ്ങനെ നിന്ന് ഇന്ന് ഞാൻ പറയാലോ, ഭഗവാൻ എല്ലാം തന്നു. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പോളിമർ ടിവിയില് സീരിയല് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം വാങ്ങി. ആദ്യത്തെ ശമ്പളത്തിൽ തന്നെ TV, ഫ്രിഡ്ജ്, AC, മിക്സി, ഗ്രൈൻഡർ, മേശ, അത് ഇത് പാത്രങ്ങള് ചറ എല്ലാം മേടിച്ചിട്ട് എല്ലാം വന്ന് ഒരു എന്താ പറയാ, പിന്നീട് അങ്ങോട്ട് വർക്കുകളായി കാര്യങ്ങളായി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറയാം. അങ്ങനെ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് തിരിച്ച് ഞാൻ കേരളത്തിലേക്ക് പോകുന്നത്. ആലോചിച്ച് വെക്കണം. അപ്പോ നമ്മൾക്ക് ഒന്ന് തരണം എന്ന് ഭഗവാൻ വിചാരിച്ചാൽ ഭഗവാൻ തരും. ഇല്ലായ്മയിലും ഭഗവാനെ പിടിക്കുക, ഉള്ളതിലും ഭഗവാനെ പിടിക്കുക. ആ സമയങ്ങളിലായിരുന്നു ഞാൻ കൂടുതൽ ഭാഗവതം വായിച്ചത് ഇവിടെ ഇരുന്നിട്ട്, അല്ലെ കാഞ്ചമ്മ? ഇവിടെ ഇരുന്ന് എപ്പോഴും വായിച്ചിട്ടേയിരിക്കും. അങ്ങനെ വായിച്ച് ഭഗവാനേന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? സദാ ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താവില്ല? തോറ്റുപോവില്ല. അന്നും കാഞ്ചിയമ്മയുണ്ട് എൻ്റെ കൂടെ, ഇന്നും കാഞ്ചിയമ്മയുണ്ട് എൻ്റെ കൂടെ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കഷ്ടതയിൽ ആരാണോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നത് അവരെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾ എവിടെ എത്തിയാലും എങ്ങനെ എത്തിയാലും നമ്മൾ വിസ്മരിക്കരുത്. അവരോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. നമ്മളോട് അവർ 1000 തെറ്റ് ചെയ്താലും അവർ ചെയ്ത ഒരു നിമിഷത്തെ നന്മയാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭഗവാൻ ദ്രൗപദിയുടെ കൈ മുറിഞ്ഞപ്പം ഒരു ചെറിയ തുണിയെടുത്ത് ഭഗവാന്റെ കൈ മുറിഞ്ഞപ്പോ ദ്രൗപദി ദേവി എന്താ ചെയ്തത്? ഭഗവാന് വേഗം അത് കെട്ടിക്കൊടുത്തു. ദ്രൗപദി ദേവി ആക്ഷേപിക്കപ്പെടുമ്പോ ഭഗവാൻ കൊടുത്തത് ആലോചിച്ച് നോക്കൂ. എന്താ പറയാ, അളന്നാൽ തീരാത്ത സാരി. അപ്പൊ ഭഗവാന് ഒരു ഇല കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒരു ആൽമരം തരും നമുക്ക്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഭഗവാൻ എപ്പോഴും നോക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ഭഗവാൻ എന്ത് തരുന്നു എന്നുള്ളതല്ല, ഭഗവാന് പ്രിയപ്പെട്ടവരിലൂടെ നമുക്ക് എന്തെല്ലാം ചെയ്യിപ്പിക്കുന്നു എന്നാണ്. നന്ദിയില്ലാത്ത വ്യക്തികളോടാണ് ഭഗവാൻ ഏറ്റവും ദേഷ്യം. അത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. നന്ദിയില്ലാത്ത, സ്മരണയില്ലാത്ത വ്യക്തികളോട് ഭഗവാൻ ഇഷ്ടമല്ല. എപ്പോഴും നമുക്കൊരു ഉപകാരസ്മരണ ഉണ്ടാവണം ഏത് വ്യക്തികളോടും. അവർ പിന്നെ നശിച്ചു പോവുകയുള്ളൂ. ഉപകാരസ്മരണ ഇല്ലാത്ത വ്യക്തികൾ നശിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നവരോട് നമ്മൾ നന്ദിയില്ലാത്ത വ്യക്തികളായി മാറരുത്. അത് നമ്മൾ എന്നും ചിന്തിക്കണം. നമ്മൾ നശിച്ചു പോവും, ഗ്യാരണ്ടി നശിച്ചു പോവും. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ആധ്യാത്മികതയിൽ തൽപരനായിരിക്കുന്ന മനുഷ്യൻ ആത്മീയോന്നതിക്ക് വേണ്ടി എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും ത്യജിക്കണം എന്നാ പറയുന്നത്. എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും ത്യജിക്കണം എന്ന് പറയുന്നത് എന്താ? കുടുംബം ഉപേക്ഷിക്കണം എന്നാണോ? അല്ല. അതെല്ലാം കർമ്മമാണ്, കടമയാണ്, അത് ചെയ്യാം. പക്ഷെ അതിലൊന്നും ഒരുപാട് കിടന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? മനസ്സാൽ നമ്മൾ കിടന്ന് അത് മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കരുത്. അത് നടക്കേണ്ട സമയത്ത് കൃത്യമായി നടന്നോളും. അതിലൊന്നും പോയി നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയി അതേന്നും പറഞ്ഞു കിടന്നാൽ നാളെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലാണ്. ഈ സമയങ്ങളിലൊന്നും ഭഗവാനെ പ്രാർത്ഥിക്കാതെ, ഭഗവാന്റെ കാര്യം ചെയ്യാതെ, ആത്മീയമായിട്ട് ജീവിക്കാതെ കുടുംബം കുട്ടി എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഈ ബാധ്യതകൾ ഒരിക്കലും തീരില്ല. ഭൗതിക ബാധ്യതകൾ ഒരിക്കലും തീരില്ല. ആത്മീയ ഉന്നതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ആ സെക്കൻഡുകൾ കൊണ്ട് ഫലം സിദ്ധിക്കുന്ന ആത്മീയ ഉന്നതിക്ക് പിന്നാലെ ഒരു മനുഷ്യനും പോവില്ല. സമയമില്ല. ജപിക്കാനും വായിക്കാനും വിളക്ക് കൊളുത്താനും പൂജ ചെയ്യാനൊന്നും സമയമില്ല. സമയം മുഴുവൻ കുടുംബത്തിന്റെ കൂടെ. എന്നിട്ട് കുടുംബം എന്താ തരുന്നത്? കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും. ആ കുടുംബത്തോടു കൂടി ഇരിക്കാൻ നമ്മുടെ പല 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 വലിയ സാഹചര്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കാൻ കുറേ ദുരാത്മാക്കൾ നമ്മുടെ കൂടെ കൂടും. ഇവരെ തിരിച്ചറിയാനാവാതെ ആത്മീയമായിരിക്കുന്ന വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വഴിയെ തടസ്സം ചെയ്യാൻ നമുക്ക് ഉപദേശിച്ച് തരുന്നവരെ തിരിച്ചറിയാനാവാത്ത വ്യക്തികൾ എപ്പോഴും എന്താണ്? നാശത്തിന്റെ പാതയിലാണെന്ന് ആലോചിക്കുക. ഒരാളും നമ്മളോട് പറയില്ല കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വാ, അല്ലെങ്കിൽ അത് ചെയ് ഇത് ചെയ് എന്ന് പറയില്ല. അതേസമയം എന്താ? എന്തിനാ ഇങ്ങനൊക്കെ ഇതാണ് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ഉപദേശിക്കുന്നവരുടെ വാക്ക് വിട്ടിട്ട് ആത്മീയ ഉന്നതി കൈവരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൃഷ്ണാവബോധം തന്നെ ഈ ആത്മീയ ഉത്കർഷം. കൃഷ്ണാവബോധമാണ് ഏറ്റവും വലിയ ആത്മീയ ഉന്നതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണാവബോധത്താൽ പരിപൂർണതയുടെ ഉച്ചകോടിയിൽ എത്താമെങ്കിലും ആ അവസ്ഥയിലെത്താൻ സാധിക്കാതെ വന്നാൽ അയാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ നഷ്ടം നേരിടുമെന്നും ഒരാൾക്ക് വാദിക്കാം. കൃഷ്ണാവബോധമാണ് ഏറ്റവും വലിയ ആത്മീയ ഉന്നതി.
അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വന്നാൽ അയാളുടെ തകർച്ചയാണ്. ആ ജന്മത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനമാണത്. മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ വിചാരിക്കും 10 രൂപ കിട്ടിയ പ്രശ്നം തീർന്നെന്ന്. 20 രൂപയുടെ പ്രശ്നം നാളെ നമ്മളെ കാത്തിരിക്കും. നമ്മൾ വിചാരിക്കാതെ കാത്തിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കുന്നവന് തജ്ജനമായിരിക്കുന്ന ദുഷ്ഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പ്രസ്താവിക്കുന്നത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ സ്വന്തം കാര്യം സിന്ദാബാദ് നിറഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് തകർച്ചയാണെന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ആധ്യാത്മിക കർമ്മങ്ങളുടെ ശരിയായ നിർവഹണത്തിൽ പരാജയപ്പെടുന്നവൻ പ്രതികരണങ്ങൾക്ക് വിധേയനാകേണ്ടി വരും. ഉറപ്പായിട്ടും ഭഗവാൻ അവനോട് പ്രതികരിക്കും. അങ്ങനെയുള്ള വ്യക്തികളോട് ഭഗവാൻ പ്രതികരിക്കും. എന്നാൽ ഭാഗവതം ഉറപ്പു തരുന്നത് ആ പരാജിതനായ യോഗിക്ക് വിഷമിക്കേണ്ടതില്ലെന്നാണ്. ഒരു ഭഗവാന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ജീവിച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും വിഷമിക്കേണ്ട എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ ഉറപ്പു തരുന്നുണ്ട്. വിഹിതമായ കർമ്മം വേണ്ടും വിധം അനുഷ്ഠിക്കാതിരുന്നതിന്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വന്നാൽ പോലും അയാൾക്ക് നഷ്ടമില്ല. ഭൗതികമായി നമുക്ക് ഒരു ഉയർച്ചയില്ലെങ്കിലും ആധ്യാത്മികമായി ഉയർച്ചയുണ്ടെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. അയാൾ ഒരിക്കലും നശിച്ചു പോവില്ല. നമ്മളെ കണ്ണിലാണ് നമ്മൾ ഭൗതികമായി നശിച്ചിരിക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുചേലനെ ഭഗവാൻ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് മാറ്റിയതുപോലെ നമ്മളെയും ഭഗവാൻ മാറ്റും. നമ്മൾ അത് കിട്ടിയില്ല ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട. ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഈ സമയമാകുമ്പോൾ അദ്ദേഹം നമുക്ക് തരും. ഭഗവാന്റെ സേവനം ചെയ്താൽ മതി, അദ്ദേഹം നമുക്ക് തരും. അദ്ദേഹം അത് കാണാതിരിക്കില്ല, ഉറപ്പായിട്ടും കാണും. എന്തെന്നാൽ മംഗളകരമായിരിക്കുന്ന കൃഷ്ണാവബോധം ഒരിക്കലും മറഞ്ഞു പോകുന്നതല്ല, അല്ലേ? ബാക്കിയെല്ലാം മറന്നുപോകും. 2018 നമ്മൾക്ക് ഒരാള് സഹായം ചെയ്തല്ലേ പോട്ടെ, 2008 ജനുവരി 7 നമുക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉറപ്പു തരാൻ പറ്റും? ഇന്ന ആൾ എന്നോട് പോട്ടെ ഒരു ചിരി നമ്മളോട് ചിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയോ? ഇല്ല, ഓർത്തെടുക്കാൻ കഴിയില്ല. നമുക്ക് ആരൊക്കെ എന്തൊക്കെ സഹായം ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നു പോകും. അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. അതേസമയം കൃഷ്ണാവബോധം ഒരിക്കലും മറഞ്ഞു പോകുന്നതല്ല. ഒരു നേരമെങ്കിലും ഭഗവാന്റെ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ ഭക്തി പ്രചരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് ഓർത്തു വെക്കും. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് നൽകും. അതിൽ മുഴുകിയവൻ അടുത്ത ജന്മത്തിൽ നീചകുലത്തിൽ പിറന്നാൽ കൂടി കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം തുടരും. ഭഗവാന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ചണ്ടാളകുലത്തിൽ നീചകുലത്തിൽ ജനിച്ചാൽ കൂടിയും ഭഗവാൻ അവനെ ബ്രാഹ്മണീയ രീതിയിൽ ഉയർത്തുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മറിച്ച് കൃഷ്ണാവബോധം കൂടാതെ സ്വധർമ്മങ്ങൾ പിഴ കൂടാതെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം ശുഭകരങ്ങളായിരിക്കുന്ന ഫലങ്ങൾ നേടണമെന്നില്ല. എന്താണ്? കൃഷ്ണാവബോധം കൂടാതെ, അതായത് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം കൂടാതെ സ്വന്തം ധർമ്മങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ ഒരു തെറ്റില്ലാതെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം ശുഭകരമായിരിക്കുന്ന ഫലം കിട്ടില്ല. നമ്മൾ വിചാരിക്കണം ഞാൻ അച്ഛന് വേണ്ടി ജീവിച്ചു, അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, മരുമക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നും പറഞ്ഞ് നമ്മൾ അതെല്ലാം സ്വന്തം ധർമ്മങ്ങളെല്ലാം ചെയ്തു. കൃഷ്ണാവബോധം പ്രവർത്തനത്തിൽ നമ്മൾ നിൽക്കാണ്ട് നമ്മൾ ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു ഫലവും നേടാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഫലവും നേടാൻ കഴിയില്ല. നമ്മൾ തോറ്റുപോകും ജീവിതത്തിൽ. കാരണം ഭഗവാനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ നേരം വൈകിയാലും നമുക്ക് ഫലം കിട്ടാൻ കുറച്ച് താമസിക്കും. ഭഗവാൻ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കും. മൊത്തം ക്ലിയർ ആയെന്ന് കണ്ടാലാണ് ഭഗവാൻ തരാം. അതേസമയം സ്വന്തം ധർമ്മങ്ങൾ എളുപ്പം നേടാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ വലിയ കുഴി നമുക്ക് അടുത്തത് നോക്കി വെച്ചിട്ടുണ്ടാവും ഭഗവാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വീണാ ഭഗവാൻ പറയാം എന്റെ കാര്യങ്ങളിലൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇരിക്കട്ടെ, ഭഗവാന് കൃഷ്ണാവബോധം എന്താന്ന് പഠിക്കട്ടെ, എന്നിട്ട് വരട്ടെ എന്ന് ഭഗവാനും ചിന്തിക്കും. ഇതിന്റെ പൊരുൾ ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? മനുഷ്യരിൽ 2 വിഭാഗമുണ്ട്. 2 തരം ആൾക്കാരുണ്ട് മനുഷ്യരില്. നിയമത്തിന് വഴങ്ങുന്നവരും വഴങ്ങാത്തവരും. അടുത്ത ജന്മത്തെയോ ആത്മാവിന്റെ മുക്തിയോ കുറിച്ച് കേവലം മൃഗീയമായ ഇന്ദ്രിയ സുഖാനുഭവത്തിൽ മുഴുകി നാൾ പോക്കുമ്പോൾ വഴങ്ങാത്തവരുടെ വിഭാഗത്തിൽ പെടുന്നു. ഇന്ദ്രിയ സുഖം, കുറെ ഉറങ്ങണം, കുറെ തിന്നണം, കുറെ ചിരിക്കണം, കുറെ കളിക്കണം, സ്വന്തം കാര്യം സിന്ദാബാദ്, അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ നാൾക്ക് നാൾ എന്താണ്? അവര് നശിച്ചു പോവുകയോ ചെയ്യൂ. അവരായിരിക്കും അവരെല്ലാം ശരിയായി എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ അവരൊരിക്കലും നല്ലതിലേക്ക് അവർ വരൂല. അവര് നശിച്ചു തന്നെ പോകുന്ന പറയുന്നത്. ധർമ്മശാസ്ത്ര വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവൾ നിയമാനുസാരികൾ അത്രേ. ധർമ്മശാസ്ത്ര വിധികൾ, നമുക്ക് കുറെ വിധികളുണ്ട്, നിയമങ്ങളുണ്ട്. അതിലേർപ്പെടുന്ന വ്യക്തികൾ എന്താണ്? നിയമം അനുസരിക്കുന്നവരാണ്. ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പരിഷ്കൃതമോ അപരിഷ്കൃതമോ വിദ്യാസമ്പന്നമോ നിരക്ഷരമോ ശക്തമോ ബലഹീനമോ ആകട്ടെ, എന്തെങ്കിലും ആവട്ടെ, പരിഷ്കൃതമായിരിക്കുന്ന ഫാഷനായിട്ടിന്റെ കാര്യങ്ങളോ ഫാഷൻ അല്ലാത്ത കാര്യങ്ങളോ വിദ്യയുള്ളതോ
വിദ്യ ഇല്ലാത്തൊരു വ്യക്തിയോ ശക്തിയുള്ളതോ ശക്തി ഇല്ലാത്തതോ എന്തുമാവട്ടെ മൃഗവാസനകളുടെ കുത്തരങ്ങാണ് അനിയന്ത്രിത വിഭാഗം എന്ന് പറയുന്നത്. അവനൊരു മൃഗവാസന ഉണ്ടെങ്കിൽ മൃഗത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്താണ്? നന്ദിയില്ലായ്മ അല്ലെ. കുറച്ച് മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല, അത് കുറച്ച് പുണ്യജന്മങ്ങളായിരിക്കും. അല്ലാതെ നോക്കുമ്പോൾ എന്താണ്? അവർക്ക് ഉപകാര സ്മരണയില്ല, നന്ദിയില്ല. അതുകൊണ്ടാണ് അവരെ മൃഗങ്ങൾ എന്ന് പറയുന്നത്. അവരെപ്പോഴും ഉപദ്രവിക്കും, ഏത് സമയവും ഒരവസരം കിട്ടിയാൽ അവർ നമ്മളെ ദ്രോഹിക്കും. അതുകൊണ്ടാണ് മൃഗം എന്ന് പറയുന്നത്. ചിരിക്കാനും ചിന്തിക്കാനുള്ള കഴിവില്ല. അവരുടെ കാര്യം അവര് ഓടിപ്പോയി അവര് വേട്ടയാടി അവരെ വിശപ്പ് തീർക്കുക എന്നല്ലാതെ ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത വ്യക്തികൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമുക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാവണം. അത് നമ്മൾ എന്നും മനസ്സിലാക്കണം. അങ്ങനെ ഇല്ലാത്ത വ്യക്തികൾ, മൃഗീയ വാസനമായിരിക്കുന്ന ആൾക്കാർ എന്താണ്? ആഹാരം, നിദ്ര, സ്വന്തം കഴിവ്, സ്വന്തം കാര്യം, ലൈംഗിക ഭോഗം എന്ന മൃഗവാസന ചോദ്യങ്ങളായിരിക്കുന്ന പ്രവൃത്തികളിൽ ആനന്ദം തേടി എന്നേക്കും ദുഃഖാവഹമായിരിക്കുന്ന ഭൗതികതയിൽ ജീവിക്കും. അവരെന്നും സ്വന്തം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. അവരെയാണ് മൃഗവാസനയുള്ള ജന്മങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ലോകം, അവരുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കണം. അതിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താണ്, ഏതാണ്, അവരുടെ അവസ്ഥ എന്താണ്, അവരെന്തെല്ലാം ചെയ്തു, ഇതൊന്നും അവരെ മൈൻഡിൽ ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ന്യായീകരണങ്ങൾ, അവരുടെ കാര്യങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികൾ നശിച്ചു പോവുകയുള്ളൂ എന്ന് ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട്. ഇക്കൂട്ടരുടെ കർമ്മങ്ങൾ ഒരിക്കലും മംഗളകരമല്ല. അവരെന്ത് വലിയ നല്ല കാര്യം ചെയ്താലും അത് മംഗളകരമായി ഭവിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ധർമ്മശാസ്ത്രപോക്തങ്ങളായിരിക്കുന്ന നിയമങ്ങൾക്ക് വഴങ്ങുന്നവരാവട്ടെ, അതായത് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ്? ക്രമേണ കൃഷ്ണാവബോധം ഉദിച്ച് തീർച്ചയായും ജീവിതോത്കർഷം നേടുന്നു. അവര് മെല്ലെ 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 ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ട് അവർ ഉയരങ്ങളിലേക്ക് എത്തും. കുറച്ച് ബുദ്ധിമുട്ടിലൂടെ ഒക്കെ കടന്നു പോയാലും കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന വ്യക്തികൾ മെല്ലെ മെല്ലെ ഭഗവാനിലേക്ക് തന്നെ ഉയരും. ഭഗവാൻ അവർ ഉയർത്തിക്കൊണ്ടുവരും. അല്ലാത്തവര് നശിച്ചെന്നെ തീരും. മംഗളകരമായിരിക്കുന്ന മാർഗത്തിലൂടെ മുന്നേറുന്നവരെ മൂന്നായി നമുക്ക് മാറ്റാൻ സാധിക്കും. കഴിയാറായിട്ടോ? മംഗളകരമായിരിക്കുന്ന ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് 3 വിഭാഗത്തിൽ മാറ്റാൻ പറ്റും. ധർമ്മശാസ്ത്ര ശാസനങ്ങൾക്ക് கொஞ்சம் கம்மியா இருக்கு. கொஞ்சம் கம்மியா மாட்ட போட சரியாகுமா? ஒரே அவளை அடித்தி போட்டு மிதிக்கிறது. ஏன் மிதிப்பீங்க? அம்மா நீ வந்து 3 வருஷமா? சரி, அது வந்தலேருந்து நான் இருக்கிறேன். அது வந்து எனக்கு தெரியும். அதான் சொன்னேன், பிந்து பாட்டி கேஸ் ஆன் பண்ணி வச்சா வெளியே உட்காந்து ஐயோ எனக்கு பயமா இருக்குதே. நான் சொல்லிச்சு என்னாச்சு? அந்த அம்மா சரி கிடையாது. நான் ஏன்? அந்த அம்மா கேஸ் ஆன் பண்ணி வச்சா பாட்டுக்கு நான் தான் முதல்ல எரிஞ்சிடுமா. ஐயோ நாராயணா. என்னது ഫ്ലൂട്ട്? ஆமா ஆமா, വുഡൻ ഫ്ലൂട്ട്. അത് പ്രൊഫഷണൽ ഫ്ലൂട്ട്. ഇല്ല, മഹേശ്വരി ചേച്ചി വന്ന് ചോദിച്ചു അമ്മ ഇപ്പൊ വേദന കുറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കുറഞ്ഞു. ഉടനെ കാഞ്ചിയമ്മ പറയാ സമയത്തിന് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലാണ് അടി കിട്ടാൻ പോണേന്ന്. ഉടനെ ചേച്ചി ചോദിക്കുക അടിക്കുവോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാം. അപ്പൊ കാഞ്ചിയമ്മ കഴിഞ്ഞ ദിവസം പറയണേ, ബിന്ദുമ്മ എന്ത് ചെയ്ത് ഗ്യാസ് ഓൺ ആക്കിയിട്ട്. അപ്പൊ ഗ്യാസ് ഓൺ ആക്കിയിട്ടപ്പോ ഗ്യാസ് ലീക്കായില്ലേ. ഞങ്ങളതെല്ലാം പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ പോയപ്പോ കാഞ്ചിയമ്മ മാത്രം പുറത്ത് ഇങ്ങനെ ഇരിക്കണം ആലോചിച്ചുകൊണ്ട്. ഞാൻ ചോദിച്ചു എന്താ കാഞ്ചിയമ്മ ആലോചിക്കുന്നത്? അയ്യോ ആ അമ്മ അവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്, എങ്ങാനും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ആദ്യം കത്തിപ്പോ, എനിക്ക് ശരീരമൊന്നും ഇല്ലാത്തതാണെന്ന്. ഹരേ കൃഷ്ണ. കഴിയാറായി മാതാജി ക്ലാസ്. അപ്പൊ 3 തരത്തില് നമുക്ക് ഈ ഭക്തരെ എന്താക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. ധർമ്മശാസ്ത്ര ശാസനങ്ങൾക്ക് വഴങ്ങി ജീവിച്ച് ഭൗതിക ഐശ്വര്യം അനുഭവിക്കുന്നവർ, അതായത് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഭൗതികമായിരിക്കുന്ന ഐശ്വര്യങ്ങൾ നേടാൻ സാധിക്കും. എളുപ്പം നേടാൻ പറ്റിയില്ലെങ്കിലും പതുക്കെ നമുക്ക് നേടാൻ സാധിക്കും. ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്യന്തിക മോചനം നേടാൻ ഉപായമാരായുന്നവർ, അതായത് ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആത്യന്തിക മോചനം, അതായത് ആധ്യാത്മികതയിലേക്ക് ഉയരാൻ ട്രൈ ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികളായിട്ട്. അയ്യോ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് സാർ. சொல்லுங்க சார். நாளைக்கு ஷூட் இருக்கா சார்? டைம் சரி சார், ஓகே. ஒரு 7 o'clock. ஓகே. ஐயோ சாரி சார், நான் கிளாஸ்ல இருந்தேன், மன்னிச்சிடுங்க சார். பகவத்கீதா கிளாஸ்.
ഓക്കെ സാർ, അപ്പൊ 7 o'clock വരാം സാർ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ആ ശരി സാർ. നാളേക്ക് ഷൂട്ട് ഉണ്ട് അത്രേ. கதை சொன்னா நீங்க பாப்பாங்க. அந்த பொண்ணை கண்டுபிடிச்சிடுவாங்க. கொஞ்சம் டைம் ஆகும். என் பொண்ணை வந்து ஃபேனுக்குள்ள கை விட்டது கொஞ்சம் டைம் ஆகும் கண்டுபிடி. கொஞ்சம் டைம் ஆகும். എല്ലാരും ചെന്നൈയില് ഞാൻ ചെയ്യുന്ന സീരിയല് ഭയങ്കര ഹിറ്റാണ്. അപ്പൊ നാളെ ഷൂട്ടിന് വന്നപ്പോ അവരൊക്കെ എന്താ ഇനി അടുത്ത കഥ പറഞ്ഞതാണ് ലൈവില്. ഇത് മുടിയെ പോകുന്നത്. അപ്പോ 3 പേരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 രീതിയിൽ നമുക്ക് ഇവരെ ഭക്തരെ മാറ്റാൻ പറ്റും. എങ്ങനെയാ മാറ്റുന്നത്? ധർമ്മശാസ്ത്ര ശാസനങ്ങൾക്ക് വഴങ്ങി ജീവിച്ച് ഭൗതിക ഐശ്വര്യം അനുഭവിക്കുന്നവർ, അതായത് ഭഗവാന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുന്നവർ, ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ട് ആത്യന്തിക മോചനം നേടാൻ ശ്രമിക്കുന്നവർ, അതായത് ഈ ലോകത്ത് തന്നെ ജീവിച്ചു നിന്നുകൊണ്ട് ആധ്യാത്മികതയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നവർ, കൃഷ്ണാവബോധമാർന്ന ഭക്തന്മാർ, അതായത് ഭഗവാനെ മാത്രം സ്മരിച്ച് ഭക്ത കൂട്ടായ്മയിൽ മാത്രം നിൽക്കുന്നവർ, പ്രാപഞ്ചിക സുഖലബ്ധിക്ക് വേണ്ടി ധർമ്മശാസ്ത്ര ശാസനകൾ അനുസരിക്കുന്നവരിൽ തന്നെ 2 കൂട്ടരുണ്ട്. എന്താണ്? പ്രാപഞ്ചിക സുഖം, അതായത് ഈ ലോകത്തിലെ സുഖത്തിൽ നിന്നുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ, നമ്മുടെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നവരിൽ തന്നെ 2 കൂട്ടരുണ്ട്. ആരൊക്കെയാണ്? ഫലേച്ഛ കൊണ്ട് കർമ്മം ചെയ്യുന്നവർ, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ആഗ്രഹിക്കുന്നവർ, ഇന്ദ്രിയ സുഖ ഫലേച്ഛ കൂടാതെ നമ്മുടെ ശാരീരിക സുഖങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും വിചാരിക്കാതെ പ്രവർത്തിക്കുന്നവര്. നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാന് സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന രീതിയാണ്. നമുക്ക് ആർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും അതിൽ നിന്ന് നമ്മൾ ഒരു ഫലവും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സുഖഭോഗാനുകൾക്ക് വേണ്ടി ഫലകാംക്ഷയോടെ പ്രവർത്തിക്കുന്നവർ ജീവിത ഉന്നതി പ്രാപിച്ചേക്കാം. നമ്മൾ കുറെ ജീവിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറെ റിട്ടേൺസ് ഒക്കെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ജീവിക്കുന്ന ആൾക്കാർ ഭൗതികമായിട്ട് ഉയരും. ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഭൗതികമായിട്ട് ഉയരും. പക്ഷേ ഉപരിലോകങ്ങളിൽ പോലും എത്തിയെന്ന് വരാം. എങ്കിലും ഭൗതികതയിൽ നിന്ന് മുക്തരല്ലാത്തത് കൊണ്ട് ശരിക്കും ശ്രേയസ്കരങ്ങളായ വഴിക്കല്ല. അവര് കുറെ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ നിലയിലൊക്കെ എത്തി വലിയ സംഭവമൊക്കെ ആവും. പക്ഷെ അവരൊരിക്കലും കൃഷ്ണാവബോധത്തിലേക്ക് ഉയരില്ല. അവർക്ക് നാശം ഉറപ്പാണ്. അവര് വീണ്ടും വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോകും. നമ്മൾ മനസ്സിലാക്കില്ല അതൊരിക്കലും. അവർ നീങ്ങുന്നത് മുക്തിയിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ മാത്രമേ ശ്രേയസ്കരമായിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് മോക്ഷമാണ്, മുക്തിയാണ്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഉയർന്ന അവസ്ഥ വേണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കരുത്. കാരണം ഭൗതികതയിൽ ഉയരാൻ ആരെക്കൊണ്ടും പറ്റും. ഒരവസരം കിട്ടിയാൽ എങ്ങനെ ഉയരാൻ പറ്റും. പക്ഷേ ആധ്യാത്മികതയിൽ ഉയരാന്ന് പറയുന്നത് എളുപ്പമല്ല. ഭൗതികവും സ്ഥൂലദേഹ സംബന്ധിയുമായ ജീവിതത്തിൽ നിന്ന് ബോധത്തിനുള്ള മോചനത്തെ നമ്മൾ ശരീരവും ആത്മാവിനെ എല്ലാം മനസ്സിലാക്കി നമ്മളൊരു ബോധം ഉണ്ടാക്കിയെടുക്കണം. എന്റെ ജീവിതം കുറെ ഫിനാൻഷ്യലി ഉയർന്ന പൊസിഷനിൽ നിൽക്കേണ്ടതല്ല. നമ്മൾ എത്തേണ്ടത് ഉയർന്ന ഒരു അവസ്ഥയിലേക്കാണ്, വലിയൊരു പൊസിഷനിലേക്കാണ്. അത് ആധ്യാത്മിക നിലയിലേക്കാണ് എത്തേണ്ടത് എന്ന് മനസ്സിലാക്കണം. ആധ്യാത്മിക ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യകരമാക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ശ്രേയസ്കരമല്ല. ഭൗതികമായിട്ട് ഉയരണം, ഫിനാൻഷ്യലി ഉയരണം, പേരും പ്രശസ്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഓടുന്ന വ്യക്തികൾക്ക് ഒന്നും ശ്രേയസ്കരമല്ല. ഒരു പ്രവൃത്തിയും ശ്രേയസ്കരമല്ല. അതേസമയം ആധ്യാത്മികമായിട്ടാണ് എനിക്ക് ഉയരേണ്ടത്, ഭഗവാനെയാണ് എനിക്ക് അറിയേണ്ടത്, മോക്ഷമാണ് എനിക്ക് വേണ്ടത്, അതിലൂടെ ജീവിത മാർഗം നമുക്ക് ഭഗവാൻ നൽകും എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് ശ്രേയസ്കരമായി. കൃഷ്ണാവബോധപൂർവമായിരിക്കുന്ന കർമ്മം മാത്രമാണ് ശ്രേയസിന് കാരണമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് കൃഷ്ണാവബോധം മാത്രമാണ്. കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും. ആ വഴിക്ക് മുന്നേറാൻ വേണ്ടി കൃഷ്ണാവബോധ മാർഗത്തിൽ പുരോഗമിക്കാൻ എന്ത് ശാരീരിക ക്ലേശത്തെയും സ്വമേധയാ സ്വീകരിക്കുന്നവനെ തികഞ്ഞ അതീന്ദ്രിയജ്ഞാനിയും മഹാതപസിയും എന്ന് നമുക്ക് കരുതാം. നമുക്ക് എന്ത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എത്ര ദുരിതങ്ങൾ ഉണ്ടായാലും, എത്ര ചീത്തപ്പേരുകൾ ഉണ്ടായാലും, എത്ര രീതിയിൽ ഒറ്റപ്പെട്ടാലും, നഷ്ടങ്ങൾ ഉണ്ടായാലും, കൃഷ്ണാവബോധത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, കൃഷ്ണാവബോധമാണ് നമുക്ക് വലുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ നമുക്ക്
അക്ഷരം തെറ്റാതെ വിളിക്കാം അതീന്ദ്രിയ ജ്ഞാനി എന്ന്. മനസ്സിലായില്ലേ? എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് കൃഷ്ണാവബോധത്തോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ പറ്റും അതീന്ദ്രിയ ജ്ഞാനി എന്ന്. കാരണം എന്താ? അവര് കൃഷ്ണാവബോധത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ പറയുന്നു, കൃഷ്ണാവബോധ മാർഗത്തിൽ പുരോഗമിക്കാൻ, ഭഗവാന്റെ മാർഗത്തിൽ പുരോഗമിക്കാൻ വേണ്ടി എന്ത് ശാരീരിക ക്ലേശത്തെയും സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് അതിനെല്ലാം ഞാൻ മറികടക്കും എന്ന് മനസ്സാൽ വിശ്വസിച്ചുകൊണ്ട് നമ്മള് സ്വമേധയാ സ്വീകരിക്കുന്ന വ്യക്തിയെ തികഞ്ഞ അതീന്ദ്രിയ ജ്ഞാനി എന്നും മഹാതപസ്വിയും എന്ന് നമുക്ക് കരുതാം. നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. കൃഷ്ണാവബോധം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം മറികടക്കാനുള്ള മനോധൈര്യം നമുക്ക് വേണം. അഷ്ടാംഗ യോഗ പദ്ധതിയുടെ അന്തിമ ലക്ഷ്യം കൃഷ്ണാവബോധമാകയാൽ അതും ശ്രേയസ്കരം തന്നെ. അഷ്ടാംഗ യോഗ പദ്ധതി അത് നമുക്ക് വലുതാണല്ലേ, അതിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കും. ഭഗവാന്റെ വഴിക്ക് പോയ ആരും സമാധാനത്തോടെ ഇരുന്നിട്ടില്ല. അവരെ വിട്ട് എല്ലാവരും പോയിട്ടേ ഉള്ളൂ. കാരണം എന്താ അറിയോ? ഭഗവാന്റെ വഴിക്ക് പോകുന്നവർക്ക് എന്നും നഷ്ടങ്ങളെ ഉണ്ടാവും. കാരണം അത് പുണ്യമായൊരു വഴിയാണ്. അവർക്ക് നഷ്ടങ്ങളുടെ ഒരു പേമാരി ഉണ്ടാവും, സത്യമായിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. പുണ്യമായ ശരിയായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവും. അത്ര എളുപ്പമല്ല ഭഗവാന്റെ യഥാർത്ഥ ഭക്തരോടൊപ്പം നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അവരെ വിട്ട ആളുകൾ പോയിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ബന്ധുമിത്രാദികൾ പോവും, അവർക്ക് ആരോഗ്യം നഷ്ടപ്പെടും, അവർക്ക് സാമ്പത്തികം നഷ്ടപ്പെടും, അവരുണ്ടാക്കി വെച്ച സർവ്വതും നഷ്ടപ്പെടും. അവസാനം എന്താ ഉണ്ടാവുക? ഭഗവാൻ മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായില്ലേ? ഭഗവാൻ മാത്രമേ നമുക്കുണ്ടാവും. മേരി ക്രിസ്മസ്. ഭഗവാൻ മാത്രമേ നമുക്കുണ്ടാവും. ആ അവസ്ഥയിൽ ഭഗവാൻ അവരെ ചേർത്ത് പിടിക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ കൃഷ്ണാവബോധമാണ് ശ്രേയസ്കരം എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ അഷ്ടാംഗ യോഗ പദ്ധതിയുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. എന്ത്? കൃഷ്ണാവബോധം. ഈ വിഷയത്തിൽ കഴിവ് പോലെ ശ്രമിച്ചു പോരുന്നവർക്ക് തരം താഴുമെന്ന ഭയവും വേണ്ട. നമ്മൾ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും ശരി, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തരം താഴ്ന്നു പോവും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്? കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ തരം താഴ്ന്നു പോവും. ചില സമയത്ത് ചിലർ നമ്മളെ തരം താഴ്ത്തി സംസാരിക്കും, നമ്മൾ ഒറ്റപ്പെടുത്തി സംസാരിക്കും, വേദനിപ്പിച്ച് സംസാരിക്കും. അത്ര നാളും നമ്മൾ എന്താ പറയാ, എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഒരു നിമിഷം ഒരു ഇലയെടുത്ത് കളയുന്ന ലാഘവത്തോടെ നമ്മളെ കളയും, നമ്മളെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, വേദനിപ്പിക്കും, എല്ലാം ചെയ്യും. സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെടും, നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും. പക്ഷെ ഒരിക്കലും നമ്മൾ തരം താഴ്ന്നു പോവില്ല. കൃഷ്ണനെയാണ് നമ്മൾ മുറുകെ പിടിച്ചതെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ പോലും ഭഗവാൻ നമ്മളെ പട്ടിണിക്കിടില്ല. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഭഗവാൻ നമുക്ക് തരുന്നാ പറയുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താവരുത്? തരം താഴ്ന്നു പോകുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. മനസ്സിലായോ? ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും. ഇത് ഭഗവാൻ ഗീതയിൽ കൊടുക്കുന്ന 40ാമത്തെ ശ്ലോകത്തിലെ ഉറപ്പാണ്. അപ്പൊ മതി കേട്ടോ, എൻ്റെ പരിമിതമായ സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നാളെ ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ല, രാത്രി എടുക്കാം. രാത്രി നമുക്ക് മഹാഭാരതം എടുക്കാം. ഓക്കെ? ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. വൈകിട്ടത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ? നമസ്തേ. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ.